ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ കർത്താവ് നമുക്കായി തന്ന ദൈവത്തിന്റെ വലിയ കൃപയെ ഓർത്ത് നന്ദിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഉപവാസത്തിന്റെ ഈ രണ്ടാം ദിവസം കർത്താവിന്റെ പാദപീഠത്തിന്മേൽ നമുക്ക് വന്ന് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കായി ഒരുക്കി തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഉപവാസവും പ്രാർത്ഥനയും എപ്പോഴും എല്ലാവർക്കും കിട്ടുന്നതാണ്. ഇനി അങ്ങോട്ട് ഒരുപാട് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വരാൻ പോവുകയാണ്. അപ്പോഴെല്ലാം ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും? കൊതിക്കേണ്ടവർ. സ്തോത്രം. ഉപവാസവും പ്രാർത്ഥനയും ഓരോ ദൈവമക്കൾക്കും ബലം പകരുന്നതാ, ശക്തി പകരുന്നതാ, അവരുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ നൽകുന്നത്. അപ്പൊ ആ ഉപവാസം പ്രാർത്ഥന എന്ത് ചെയ്യല്ലേ? നഷ്ടമാക്കല്ലേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇത് ദൈവം ശക്തമേറിയ വെളിപ്പാടുകൾ തന്ന് നടത്തുന്ന ഉപവാസമാണ്. ഇത് സഭയ്ക്ക് ഒരു വിടുതല. എനിക്കും എന്റെ കുടുംബത്തിനും വിടുതലാണെങ്കിൽ സ്തോത്രം, എനിക്കും എന്റെ കുടുംബത്തിനും മാത്രം അങ്ങ് ഇരുന്നാൽ മതി, ഉപവാസത്തിന് ഇരുന്നാൽ മതി. എല്ലാവരെയും വിളിച്ചത് എല്ലാവരെയും ഉപവാസത്തിന് വരണമെന്ന് പറയുന്നതിന്റെ കാര്യം സ്തോത്രം കൂടുതൽ ദിവസമൊന്നുമില്ല, ആകെ 3 ദിവസമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. വരുന്നതിന് പറയാനുള്ള കാര്യം എന്തുവാ? പ്രൈസ് ദി ലോർഡ്. ഇത് സഭയ്ക്കകത്ത് ഒരു വിടുതല. എല്ലാ കുടുംബത്തിനകത്തും ആ വിടുതൽ എത്തിച്ചേരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദൈവം പറഞ്ഞ ദൂത് പ്രകാരമാണെങ്കിൽ എല്ലാ കുടുംബത്തിനും ആ വിടുതൽ ഉണ്ടാവും. അതിന് വില കൊടുത്ത് ദൈവസേനയിൽ ഇരിക്കുന്ന ദൈവമക്കൾക്ക് മാത്രമേ ആ ദൈവത്തിന്റെ അനുഗ്രഹവും മഹത്വം എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. നമുക്ക് അവസരങ്ങൾ കിട്ടിയിട്ടും നമ്മൾ അതിനെ ആമികാലിയ മനസ്സിലാക്കാതെ അതിനെ നിസ്സാരമായി തള്ളിക്കളഞ്ഞാൽ പല കാര്യത്തിന് വേണ്ടി നിലവിളിക്കേണ്ടവർ ഇന്ന് നിസ്സാരമായിട്ട് കളയുന്ന പല കാര്യത്തിനും ഇപ്പൊ നിലവിളിച്ചുകൊണ്ടിരിക്കുക. ഈ നിലവിളിയല്ല, അതിനപ്പുറത്തെ നിലവിളി വിളിക്കേണ്ടി വരും. കാര്യം എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ മാത്രമേ ഉള്ളൂ വിശ്വസ്തത, ദൈവസന്നിധിയിൽ മാത്രമേ ഉള്ളൂ വിടുതൽ, ദൈവസന്നിധിയിൽ മാത്രമേ ഉള്ളൂ ഉയർത്തുവാൻ കഴിയുന്നത്. അല്ലാതെ ഈ ലോകത്തിനോ ലോക നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ ലോകത്തിന്റെ അധികാരികൾക്കോ അല്ലെങ്കിൽ നമ്മളെ ബന്ധുമിത്രാദികൾക്കോ സുഹൃത്തുക്കൾക്കോ നമ്മളെ ഭവനത്തിലുള്ള ഒരു വ്യക്തിക്കോ നമ്മളെ വിടിവിക്കുവാൻ കഴിയത്തില്ല, നമ്മളെ സൗഖ്യമാക്കുവാൻ കഴിയത്തില്ല, നമ്മളെ ഉയർത്തുവാൻ കഴിയത്തില്ല, നമുക്ക് സമാധാനം തരുവാൻ കഴിയത്തില്ല. നമുക്ക് സമാധാനം തരുവാനും നമ്മളെ ഉയർത്തുവാനും നമ്മളെ മാനിക്കുവാനും എല്ലാം കഴിയുന്നത് ആർക്ക് മാത്രമേ കഴിയത്തുള്ളൂ? കർത്താവായ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. പ്രിയ ദൈവമക്കളെ, അത് തിരിച്ചറിഞ്ഞ ദൈവജനത്തെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. അത് തിരിച്ചറിയുന്ന ആമികാലി സ്തോത്രം ഓരോ ടെസ്റ്റിന്റെ അവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെ ദൈവത്തിന് വേണ്ടി ആമികാലിയ പ്രതികൂലം വന്നാലും പ്രതിസന്ധി വന്നാലും കർത്താവിന് വില കൊടുക്കും. കാര്യം എനിക്ക് എന്റെ കർത്താവ് മാത്രമേ ഉള്ളൂ. ആമേൻ. അവരെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. എന്ന് പ്രിയ മക്കളെ വിശ്വസിക്കുന്ന ദൈവജനത്തിന് ദൈവത്തിന്റെ മഹത്വവും അനുഗ്രഹവും ചെയ്യാൻ പറ്റും, പ്രാപിക്കുവാൻ കഴിയും. സ്തോത്രം. സ്തോത്രം. നമ്മുടെ കഴിഞ്ഞ ദിവസം എടുത്ത ദൈവത്തിന്റെ വചനമുണ്ട്. സ്തോത്രം. ദൈവശക്തിയെ അല്ലെങ്കിൽ എന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തെ തിരിച്ചറിഞ്ഞവൻ ഭാഗ്യവാൻ. അവന് മാത്രമേ പ്രതികൂലത്തിന്റെ മധ്യയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ജയിക്കുവാൻ കഴിയത്തുള്ളൂ. ഞാനൊരു ദൈവ പൈതൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ ദൈവ പൈതലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് കുറെ അറിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്തോത്രം. എനിക്ക് ഇനി നടക്കുന്ന കാര്യത്തെ കുറിച്ച് അറിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഒന്നേ ഉള്ളൂ. ഈ വചനത്തിനകത്ത് പറയുന്ന സുവിശേഷങ്ങളിൽ പറയുന്ന 4 സുവിശേഷങ്ങളിൽ ശക്തമായിട്ട് പറയുന്ന ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ. വീണ്ടും ജനിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവ പൈതലായി തീരുവാൻ കഴിയും. വീണ്ടും ജനിക്കാൻ നീ തയ്യാറാണെങ്കിൽ എന്താവും? ഒരു ദൈവ പൈതലായി തീരും. അവന് സ്തോത്രം. പിന്നെ മുന്നോട്ടുള്ള ജീവിതത്തിനകത്ത് 2 കാര്യമേ ഉള്ളൂ. വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴയ അവനൊരു ജീവിതമില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ അവനൊരു രക്ഷിതാവുണ്ട്, യേശു എന്ന് പറയുന്ന ഒരു രക്ഷിതാവുണ്ട്. ആ യേശുപ്പത്തിന് അനുസരിച്ച് അവൻ ജീവിക്കുന്നുവെങ്കിൽ അവൻ എന്തുണ്ടാവും? നിത്യത അവകാശമാക്കുവാൻ കഴിയും. അല്ല എങ്കിൽ അവൻ എവിടോട്ട് പോകും? നിത്യ നരകത്തിലേക്ക് പോകും. ഇത് ഇത്രേ ഉള്ളൂ. ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിനപ്പുറത്ത് കാര്യങ്ങളൊന്നുമില്ല. ഇനി വലിയ രീതിയിൽ ആഡംബരത്തോട് ജീവിച്ചെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ദാരിദ്ര്യത്തോട് ജീവിച്ചെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ദാരിദ്ര്യ അവസ്ഥയിൽ അടക്കം ചെയ്തെന്ന് പറഞ്ഞോ, ആ ആഡംബരത്തോട് അടക്കം ചെയ്തെന്ന് പറഞ്ഞോ ഒരു കാര്യമില്ല. സ്തോത്രം. ഞാന് ഇപ്പൊ ഓർക്കുക, പ്രൈസ് ദി ലോർഡ്, ശ്രദ്ധിച്ചത് പലതും ഇപ്പോ പ്രൈസ് ദി ലോർഡ് ദൈവം വചനം അറിയാവുന്ന, വലിയ പാണ്ഡിത്യം അറിയാവുന്ന കഴിവുള്ളവര് ഇപ്പൊ ശ്രദ്ധിച്ചത് പലതും എന്ത് ചെയ്യുക? പഠിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്.
ബോഡി കല്ലറയിലെ അടക്കാവുന്ന പറഞ്ഞു. ബോഡി കല്ലറ അടക്കാവുന്ന പറഞ്ഞു. കർത്താവാശുദ്ധം വരുമ്പോ കല്ലറ നോക്കിക്കൊണ്ട് നടക്കുക. ഇന്ന രീതി മാർബിളിൽ അടക്കിയവനെ ഞാൻ ഇങ്ങനെ എടുക്കുക. അങ്ങനെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു. കല്ലറയിൽ ഈ രീതിയിൽ ഇങ്ങനെ വന്ന് പാസ്റ്റർമാരിൽ നിന്ന് ഇത്രയും പാസ്റ്റർമാര് വന്ന് അനുശോധനകൾ പറഞ്ഞ് സന്തോഷത്തോട് പുള്ളിയെ അങ്ങോട്ട് കൊണ്ട് നടക്കുക. ചത്ത ജനത്തെയാണ്. പ്രൈസലോ. ഇന്ന് പ്രൈസലോ ഹൈന്ദവ മാർഗത്തിൽ പ്രകാരം പ്രൈസലോ കോവിഡിൽ മരിച്ചവനെ കല്ലറ അടക്കാൻ പറ്റത്തില്ല. ഗവൺമെന്റ് ഓർഡറാണ്. കല്ലറയിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അടക്കാൻ പറ്റില്ല. ഹൈന്ദവ മാർഗം പ്രകാരം പോയി ചെന്ന് വലിയ ഡോക്ടറേറ്റും വലിയ കഴിവും ബൈബിളിനെ പറ്റി അറിയാവുന്ന പല സഭകളും പല വ്യക്തികളുമാ എന്ത് ചെയ്യുന്നേ, സ്തോത്രം, ദഹിപ്പിക്കാൻ കൊടുത്തിട്ട് ആ ചാമ്പലിൽ കുറച്ച് കൊണ്ടുവന്ന് എവിടെ കൊണ്ടിടുക, കല്ലറയ്ക്കകത്ത് കൊണ്ടിടുക. ഇതാ ഹൈന്ദവ മാർഗം ചെയ്യുന്നത്. എന്തു വ്യത്യാസം എന്തുവാ? അതിനകത്തൊന്നൊരു കുടത്തിനകത്ത് കുറച്ച് സാധനം എടുത്തിട്ട് എന്ത് ചെയ്യുക, അതുകൊണ്ട് ബലി അർപ്പിക്കുക. അത് ഒഴുക്കേണ്ട സമയത്ത് കൊണ്ട് ഒഴുക്കുക. നീ വീണ്ടും ജനിച്ച നീ അവരോട് എന്ത് വ്യത്യാസം? എടാ, ഗവൺമെന്റ് പറഞ്ഞു നിന്നെ എന്തുവാ കല്ലറ അടക്കാൻ പറ്റത്തില്ല. വേണ്ട. എനിക്കറിയാം. സ്തോത്രം. നമ്മളെ സഭയ്ക്കകത്ത് സെമിത്തേരി മേടിച്ചിട്ടാണ് പള്ളി ചെന്നിട്ട് എഴുതി കൊടുത്തത് ഞാൻ ഇനി ഇല്ലെന്ന്. അങ്ങനത്തെ ആൾക്കാരുണ്ടായിരുന്നു. കാര്യം എന്തുവാ, സെമിത്തേരി കണ്ടോണ്ടാ വന്നത്. അതുകൊണ്ട് സെമിത്തേരി കാണാതെ അങ്ങ് പോയി. ഭാഗ്യം. സ്തോത്രം. എടാ, നീ പോന്ന വണ്ടി കത്തിപ്പോവുക, നിന്റെ ചാരമായി പോയി നിന്റെ ശരീരം. നീ എന്തോ ചെയ്യും? സുനാമി വന്ന് എത്ര ബോഡി കിട്ടി? സ്തോത്രം. എടാ, കോവിഡ് വന്ന് മരിച്ചു. കോടതിയുടെ അല്ലെങ്കിൽ നിയമപ്രകാരമുള്ള പ്രോട്ടോകോളാണ്, കോവിഡിന്റെ പ്രോട്ടോകോളാണ് ഈ ബോഡി എവിടെ അടക്കല്ലെന്ന്, കല്ലറ കൊണ്ട് അടക്കല്ലെന്ന് ദഹിപ്പിച്ച് കളയുക. അതിനപ്പുറത്ത് അത് പോയി ചാരം പിറക്കാൻ പോണ്ട. സ്തോത്രം. നിനക്ക് ആ ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ ചെല്ലുക, ദഹിപ്പിക്കാൻ കൊടുക്കുന്ന മുമ്പേ പ്രാർത്ഥിക്കുക, ഇതിന്റെ ബൈബിൾ പ്രകാരം പ്രാർത്ഥിക്കുക, തിരിച്ചു പോകുക. അല്ലാതെ ആ ചാരം എടുത്തോണ്ട് വന്ന് കല്ലറ കൊണ്ടിടല്ലേ. അങ്ങനെ JCB ആയിട്ട് വന്നിട്ട് മൊത്തം ചാരം എടുത്തോണ്ട് വന്ന് ഇടണം. ഇതിനെല്ലാം ആ പ്രാധാന്യം കൊടുക്കുന്നത്. ഇതിനൊന്നും ഒരു പ്രാധാന്യം കൊടുത്തിട്ട് കാര്യമില്ല. വിവാഹമാവട്ടെ, മരണമാവട്ടെ, പാലിനൊന്നും കൂട്ടുന്നില്ലല്ലോ. ഇതിനൊന്നും ഒരു പ്രാധാന്യവും ഇല്ല. ഇതിനൊന്നും അല്ല പ്രാധാന്യം. പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും ജനിച്ച് ഇതുവരെ ഞാൻ ക്രിസ്തുമായിട്ട് എങ്ങനെ ജീവിക്കുന്നത്, അതിനാ പ്രാധാന്യം. ആ പ്രാധാന്യമേ എവിടെ കൊണ്ടുപോകത്തുള്ളൂ, എവിടെ കൊണ്ടുപോകത്തുള്ളൂ. വചനം എന്തോ പറയുന്നത്, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. കാര്യം എന്തുവാ? സ്വർഗത്തിലേക്ക് വരുവാൻ കഴിയാത്ത സകല പാപത്തെ നീ ഭൂമി ചെയ്യുന്നുവെങ്കിൽ നിനക്ക് സ്വർഗം തുറന്നു വെക്കത്തില്ല, അവിടെ നിനക്ക് സ്വർഗം കെട്ടപ്പെട്ടിരിക്കും. പക്ഷെ നീ ഇവിടെ സകല പാപത്തെ ജയിക്കുന്നുവെങ്കിൽ സ്വർഗം നിനക്കായി തുറന്നു വെച്ചിട്ടുണ്ട്. കാര്യം എന്തോ? ഇവിടുത്തെ ലോകവാസം കഴിയുമ്പോൾ നിനക്ക് ഇവിടെ പോയിരിക്കാൻ പറ്റും, സ്വർഗത്തിൽ പോയിരിക്കാം. ഞാന് നമ്മളെ സഭയ്ക്കകത്തല്ല ഞാൻ പറഞ്ഞില്ലേ, എന്ത് വിഷയങ്ങളും ഉണ്ടായാലും ഇങ്ങനത്തെ ഉള്ള ആചാരങ്ങൾക്കൊന്നും ഞാൻ പോത്തില്ല. നമ്മൾ ദൈവവചന പ്രകാരമേ പോത്തുള്ളൂ. സ്തോത്രം. ഇപ്പം ഒരു സഭയ്ക്കകത്ത് വരുന്നു, ഒരു സഭയ്ക്കകത്ത് നമ്മൾ കൂടി വരുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തിന്റെ വചനവും പ്രസംഗവും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ജീവിതം പലപ്പോഴും ശുശ്രൂഷകനും ഇല്ല, ജീവിതം പലപ്പോഴും സഭയ്ക്കകത്തും ഇല്ലെങ്കിൽ ആ സഭയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. വചനം അറിയുന്നോ മുന്നോട്ട് പോകത്തില്ല. കാര്യം എന്തോ? അവന് ഇങ്ങനെ പോയാൽ പോരാ. ഇങ്ങനല്ല ആത്മീയ ജീവിതം. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാനുള്ളതല്ല, പറയാനുള്ളതല്ല, ജീവിക്കുവാനുള്ളതാണ്. കുറച്ചേ അറിവുണ്ടെങ്കിലും ആ അറിവ് പ്രകാരം ജീവിക്കുന്നവരെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. ദൈവവചനം പറയുന്നു ആ സഭയ്ക്ക് ആ സഭയെന്ന്, ആ ദൈവവചന പ്രകാരം ജീവിക്കുന്ന സഭയെന്ന് നീ വേർവിട്ട് ഓടിപ്പോയി കഴിഞ്ഞാൽ നീ എത്ര വരെ ഓടും? നീ എവിടെ പോവും? ആരെ ഒളിപ്പിക്കുന്നേ? സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വചനം വായിച്ചപ്പോഴാണ് ദൈവം എന്നെ അത് ഓർമ്മപ്പെടുത്തി. ഞാൻ എപ്പോഴും പിന്നെ അത് കളഞ്ഞു, അടുത്ത വിഷയത്തിലേക്ക് വന്നു. അപ്പോഴും കർത്താവിനോട് പറഞ്ഞു ഇല്ല. അത് വീണ്ടും എന്നെ വായിച്ചപ്പോൾ ഞാൻ പിന്നെ ചിന്തിക്കാൻ തുടങ്ങി. ദൈവവചനപ്രകാരം നമ്മൾ ഭൂമിയിൽ വസിക്കുമ്പോൾ ദൈവത്തിന്റെ വചനപ്രകാരം
ദൈവം നമ്മളെ ജീവിക്കുവാനാണ് വിളിച്ചിരിക്കുന്നത്. ആ വചനപ്രകാരം ജീവിപ്പിക്കുവാന്ന ഒരു സഭയാണ് എന്തുവാ? ദൈവസഭ. അല്ലാതെ പെന്തിക്കോസുകാരെന്ന് പറയുന്നതൊന്നും പെന്തിക്കോസുകാരൊന്നും ആവത്തില്ല. പെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ എന്തുവാ അതിന്റെ അർത്ഥം? ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന, ദൈവത്തിന് വേണ്ടി. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് കളിയാക്കി വിളിച്ച പേരാ. യഹൂദന്മാർ കളിയാക്കി വിളിച്ച പേരാ. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ എന്തുവാ? ദൈവത്തിന് വേണ്ടി ജീവിച്ച് വേർതിരിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ദൈവജനമാ ക്രിസ്ത്യാനി. അല്ലാതെ പേരുകൊണ്ട് പറഞ്ഞെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനി ആവത്തില്ല. ഞാൻ ഇന്നലെ രാത്രി ചിന്തിച്ചൊരു വിഷയത്തിലേക്ക് വരാം. സ്തോത്രം. മർക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാം. ഒരു മിനിറ്റ്. കർത്താവിന്റെ വചനം പറയുന്നു, മനുഷ്യനോട് ചെയ്യുന്ന സകല പാപത്തിനകത്തും എന്തുണ്ട്? ക്ഷമിക്കപ്പെടും. മനുഷ്യനോട് ചെയ്യുന്ന സകല പാപത്തോടും. ആ പാപത്തിന് എന്തുണ്ടാവും? ഏറ്റു പറഞ്ഞാൽ, ക്ഷമ ചോദിച്ചാൽ, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ അതിനെക്കുറിച്ച് ഞാൻ പശ്ചാത്തപിച്ചാൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ഫീൽ ചെയ്താൽ ആര് ക്ഷമിക്കും? ദൈവം ക്ഷമിക്കും. അപ്പൊ നമ്മളോട് ക്ഷമിക്കേണ്ടത് മനുഷ്യനാണോ ദൈവമാണോ? ദൈവമാണ്. ഞാൻ ഒരാളോട് സ്വന്തം ഇച്ചിരി ആശായിട്ട് അല്ലെങ്കിൽ ഇച്ചിരി ചൂടായിട്ട് സംസാരിച്ചു. ഞാൻ എന്റെ പുള്ളിയോട് ക്ഷമ ചോദിച്ചു. പുള്ളി എന്നെ മൈൻഡ് പോലും ചെയ്തു. ഞാൻ ആത്മാർത്ഥമായിട്ട് വിളിച്ചെന്ന് ചോദിച്ചത്. എന്റെ അറിവില്ല. പെട്ടെന്ന് ഏത് മനുഷ്യനും പെട്ടെന്ന് ചൂടാവത്തില്ലെന്ന് പറയാൻ പറ്റില്ല. പെട്ടെന്ന് ചിലപ്പം ഏത് സാഹചര്യമാണ്, ചിലപ്പോൾ അവൻ ഓരോ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലവ് വരുന്നത്, അവൻ ചൂടാവും. പക്ഷെ അവന് ആ ചൂടായതിനകത്ത് വിഷമം ഉള്ളത് കൊണ്ടാവും വന്ന് ക്ഷമ ചോദിക്കുന്നത്. പക്ഷെ ആ വ്യക്തി ക്ഷമ ചോദിച്ചിട്ട് മൈൻഡ് ചെയ്തില്ലെങ്കിൽ അവൻ കുറ്റക്കാരനല്ല. അവനോട് ആര് ക്ഷമിക്കും? ദൈവം ക്ഷമിക്കും. കാര്യം എന്തുവാ? അവൻ ക്ഷമ ചോദിക്കാൻ ഒരു മനസ്സ് കാണിച്ചു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, നീ 7 അല്ല 70 വട്ടം ഒരുത്തം വന്ന് എന്നോട് പറഞ്ഞാലും നീ ക്ഷമിക്കണം. സ്തോത്രം. പക്ഷെ അവനെ ഉൾക്കൊള്ളണോ വേണ്ട എന്ന് തീരുമാനിക്കേണ്ട ആരാ? നമ്മളാ. ഇപ്പൊ ചില വ്യക്തികളുണ്ട്, എത്രയെല്ലാം നമ്മൾ അവരെ ഉൾക്കൊണ്ടാലും അവരെ ക്ഷമ ചോദിച്ചിട്ട് പോയാലും ചില സ്വഭാവം എന്ത് ചെയ്യത്തില്ല, അവരിൽ നിന്ന് മാറും. ആ സ്വഭാവമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്? ആ വ്യക്തിയെ നമുക്ക് ഉൾക്കൊള്ളാം, പക്ഷെ ആ സ്വഭാവമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ചേർന്ന് പോകാനോ ഉൾക്കൊള്ളുവാനോ കഴിയത്തില്ല. ഇന്ന് ദൈവത്തിന്റെ വചനം പറയുക, സകല പാപവും, മനുഷ്യനോട് ചെയ്യുന്ന സകല പാപവും ആര് ക്ഷമിക്കും? ദൈവം ക്ഷമിക്കും. അടുത്ത വാക്യത്തിനകത്ത് പറയുന്നു, പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുന്നവരോട് ആര് ക്ഷമിക്കത്തില്ല? ദൈവം ക്ഷമിക്കത്തില്ല. ഇപ്പൊ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ എന്തുവാ? അതെങ്ങനെ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്തെന്നോ മനുഷ്യനെതിരെ പാപം ചെയ്തെന്നോ എങ്ങനെ അറിയാം? ഞാൻ പരിശുദ്ധാത്മാവിനോടാണോ പാപം ചെയ്തതെന്നോ മനുഷ്യനോടാ പാപം ചെയ്തതെന്നോ തിരിച്ചറിയുന്നത് എങ്ങനെ? മനുഷ്യനോട് ഞാൻ പാപം ചെയ്തതെന്നോ പരിശുദ്ധാത്മാവിനെതിരെയാണോ പാപം ചെയ്തതെന്നോ തിരിച്ചറിയുന്നത് എങ്ങനെ? ദൈവത്തിന്റെ വചനമറിയാവുന്ന, ദൈവത്തിന്റെ വചനം എഴുതപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാണ്. അപ്പൊ ദൈവത്തിന്റെ വചനം എഴുതി തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ദൈവജനത്തിന് തെരഞ്ഞെടുക്കുവാൻ. പാപം ഏതാ, പാപമല്ല, പാപം ഏതാണ്, പാപം ഏതല്ലാത്തത് എന്ന് സത്യവും നീതി തിരഞ്ഞെടുക്കുന്ന മാർഗമായിട്ടു ബൈബിൾ. എന്തിനു വേണ്ടി ബൈബിൾ തന്നെ? ഈ ബൈബിളിനകത്ത് തുടക്കം മുതൽ അവസാനം ഏതൊക്കെ പാപം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ ഒരു പാപമല്ലെന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം. ഏതൊക്കെ പാപമാണെന്നും പറഞ്ഞു തന്നിട്ടുണ്ട്, ഏതൊക്കെ പാപമല്ലെന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. 370 തരം പാപങ്ങളുണ്ട്. വചനം ശക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഈ വചനം തന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് എഴുതിയ വചനം
ആ വചനം നമുക്ക് തന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവ് പ്രാപിച്ച നമ്മൾ ദൈവവചന പ്രകാരം ജീവിക്കാൻ. അല്ല, ചുമ്മാ അല്ല വചനം തന്നിരിക്കുന്നത്. വചനം തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ. അപ്പൊ ആ വചനത്തിനെതിരെ നിന്ന് സംസാരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഏത് വ്യക്തി പരിശുദ്ധാത്മാവിനെതിരെയാണ് എന്ത് ചെയ്യുന്നത്? പാപം ചെയ്യുന്നത്. അത് എന്ത് ചെയ്യത്തില്ല? സ്വർഗം ക്ഷമിക്കപ്പെടത്തില്ല. മനുഷ്യരോട് ചെയ്യുന്ന പാപം ആര് ക്ഷമിക്കും? സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ വചനം യഥാർത്ഥമായി പഠിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു സഭയ്ക്കകത്ത് ഒരു മെമ്പറാണോ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനാണോ എങ്കിൽ സ്തോത്രം, ഇത് വിട്ട് നിനക്ക് വേറെ ഒന്നും പോകാൻ പറ്റൂ? ഇത് വിട്ട് നീ വേറെ എവിടെ പോന്നെ? നിന്റെ പാപവും നിന്റെ കുറവുകളെ വെളിപ്പെടുത്തി തരുമ്പോൾ അയ്യോ സ്തോത്രം എനിക്ക് നീ വേണ്ട എന്ന് പറഞ്ഞു പോകുന്നവനെ ആരോടാ നീ പാപം ചെയ്യുന്നത്? ആരോടാ പാപം ചെയ്യുന്നത്? സ്തോത്രം, പാസ്റ്ററിനോടാണ് പാപം ചെയ്യുന്നത്. ഞാൻ വ്യക്തിപരമായുള്ള കുറവുകളോ വീഴ്ചകളോ ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാൻ തയ്യാറുള്ളവരാണ് എന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ. പക്ഷെ ആത്മീയ കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ദൈവവചന പ്രകാരം നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന സ്തോത്രം ചിലവരുടെ ഉള്ളിലുള്ള കുറവുകളെ വെളിപ്പെടുത്തി കൊടുക്കുന്നുവെങ്കിൽ അവര് എനിക്കെതിരായി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ക്ഷമ ചോദിക്കുന്നില്ല. കാര്യം എന്തുവാ? അവരാരോടാ പാപം ചെയ്യുന്നത്? ആരോടാ പാപം ചെയ്യുന്നത്? പരിശുദ്ധാത്മാവിനെതിരെ. പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുന്നവൻ പാപം സ്തോത്രം ഏറ്റു പറയാതെ അല്ലെ പാപം സമ്മതിക്കാതെ ഞങ്ങളെല്ലാം ശരിയാന്ന് പറഞ്ഞു പോകുന്നവനെ ദൈവം അനുഗ്രഹിക്കൂ. ദൈവം അനുഗ്രഹിക്കുന്നതിൽ അവനെ ശപിക്കത്തേ ഉള്ളൂ. അത് 100% ഞാൻ പറയാം. ഒരു കാലത്തും എന്ത് ചെയ്യത്തില്ല? ദൈവത്തിന്റെ വാഗ്ദത്തവും നന്മയും പ്രാപിക്കത്തില്ല. സ്തോത്രം. ചിലർ പക്ഷെ എനിക്ക് ഇങ്ങനെ ഒന്നും ജീവിക്കാൻ പറ്റില്ല, ഇത്രയൊന്നും കട്ടിയായിട്ട് ജീവിക്കാൻ നീ പോ, ദൈവം പിന്നെ നിന്നോട് ക്ഷമിക്കും. സ്തോത്രം. നിനക്ക് അറിയാത്തതുകൊണ്ടല്ല, നീ അറിഞ്ഞിട്ടാ പോകുന്നത്. ദൈവം വിടുവോ? ദൈവം വിടുവോ? സ്തോത്രം. പ്രിയ മക്കളെ ഓർത്തോണം, സ്തോത്രം. സഭയ്ക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്തുവാ? വ്യക്തിപരമായ ഒരു കാര്യത്തിനകത്ത് സംസാരിക്കുന്നുവെങ്കിൽ, പാസ്റ്റർ സംസാരിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ വിശ്വാസി സംസാരിക്കുന്ന അങ്ങോട്ടും കൊണ്ട് ക്ഷമ വെച്ചാൽ തീരും. പക്ഷെ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ നാമം പറഞ്ഞിട്ട് അത് കൊള്ളുന്നുവെങ്കിൽ, അതിന് വില കൊടുത്തില്ലെങ്കിൽ ദൈവം എന്ത് ചെയ്യും? 100% പിടിക്കും. അതിന് ഒരു മാറ്റവും ഇല്ല. ഒരു മാറ്റവും ഇല്ല. ഞാൻ ചില സമയത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പോകുമ്പോൾ ചില സമയത്ത് സ്തോത്രം ഞാൻ തന്നെ എന്നോട് ചിലപ്പോൾ ചോദിക്കും, സുനിത ഇലമതന്റെ ഇത്രയും വേണോ? ഇത്രയും വേണോ? ഇന്നലെ ഞങ്ങള് ചില കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, ഇത്രയും വേണോ? ഞാൻ പറഞ്ഞു, ഇത്രയും ഇല്ലെങ്കിൽ ഈ പണിക്ക് ഇറങ്ങേണ്ട, നമുക്ക് വേറെ പണിക്ക് പോകാം. തീരുമാനിക്കും, നമുക്ക് വേറെ പണിക്ക് പോകാം. ഇറങ്ങിയെങ്കിൽ ഇറങ്ങിയതായിരിക്കണം. ഒരു കാര്യത്തിനകത്ത് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങി തിരിച്ചതായിരിക്കണം. അല്ലെ പറ, നമുക്ക് വേറെ പരിപാടിക്ക് പോകാം. ഞാൻ ചോദിച്ചു, ഒന്നുമില്ല. ഒരു ഉദാഹരണം കർത്താവ് വെളിപ്പെടുത്തി തന്നു. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിനകത്ത് വായിക്കുമ്പോൾ അനനിയാസ് എന്ന് പറയുന്ന ഒരു കുടുംബത്തെ കാണിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുടുംബം. ദൈവസന്നിധിയിൽ അങ്ങോട്ട് കയറി വന്നിരുന്നിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവാഹം, പരിശുദ്ധാത്മാവിന്റെ മഹത്വം, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് എന്തെന്ന് അവരുടെ കണ്ടുകൊണ്ട് കണ്ട് അനുഭവിച്ചപ്പോൾ അവരെടുത്ത രീതിയിൽ അവര് പറഞ്ഞു, എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമേ ഉള്ളൂ, അല്ല നമുക്ക് തലമുറകളോ സന്തതികളോ ഒന്നുമില്ല. ഇനി എന്ത് ചെയ്യണം? ഞാൻ ഇനിയും എന്ത് ചെയ്യും? നമുക്കുള്ളതെല്ലാം വിറ്റ് എന്ത് ചെയ്യണം? ഈ അപ്പോസ്തലന്മാരുടെ കാൽക്ക് കൊണ്ട് ഏൽപ്പിക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ കൂടാം, ഇവരോടൊപ്പം ജീവിക്കാം. അവര് നാട്ടുകാരുടെ സ്വത്ത് വിറ്റ് കൊടുക്കാന്നാണ് പറഞ്ഞത്. അവര് വന്ന് പത്രോസിനോട് വന്നിട്ട്, കർത്താവിന്റെ ദാസ, ഞങ്ങൾ ഇന്നത് ചെയ്യാൻ പോവാന്നോ പറഞ്ഞു. അവര് രണ്ടുപേരും മാത്രം ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ, പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം പ്രാപിച്ചപ്പോൾ, അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവിനാൽ നടക്കുന്ന അത്ഭുത പ്രവർത്തികൾ കണ്ടപ്പോൾ അവർ രണ്ടും കൈകോർത്തിട്ട് പറഞ്ഞു, നമുക്കുള്ളതെല്ലാം എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ കീഴ്പ്പെട്ട് ജീവിക്കും. ഞാനിപ്പോ ഓർക്കുക, ഒരു കാര്യം മനസ്സിലാക്കുക, അതാ തിരിച്ചറിയേണ്ടത്. മനസ്സിലാക്കുക, എന്തുവാ?
പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ ദാനമെന്ന് പറയുന്ന ദൈവത്തിന്റെ ശക്തിക്ക് യഥാർത്ഥമായി വെളിപ്പെട്ട് യഥാർത്ഥമായി തിരിച്ചറിയുന്ന ഒരു ദൈവപൈതലിന് അറിയാം, ഈ ലോകത്തിലെ ഒന്നും അതിനോട് ചേരത്തില്ല, കൂട്ടി വെച്ചാൽ തീരത്തില്ല, അതിന് മേലിൽ വരത്തില്ല. കാര്യം എന്തുവാ? എല്ലാത്തിനും മീതെയാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന കൃപാവരം, പരിശുദ്ധാത്മാവെന്ന് പറയുന്ന അഭിഷേകം, അല്ലേ കർത്താവായ യേശു എല്ലാത്തിനും മീതെയാ. അതിന് തുല്യം ചൊല്ലാൻ പറ്റത്തില്ല. അത് തിരിച്ചറിഞ്ഞത് കൊണ്ടല്ലയോ, അതിനെ അനുഭവിച്ചത് കൊണ്ടല്ലയോ ആ കുടുംബം എടുത്തവായി പറഞ്ഞത് എന്തുവാ? ഞങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചല്ലോ, സ്വതന്ത്രം ദൈവം വിളിച്ചിരിക്കുന്ന അഭിഷേകത്തിന്റെ കൃപാവരം, ശുശ്രൂഷ, അല്ലെങ്കിൽ ആ പവർഫുൾ തിരിച്ചറിഞ്ഞത് കൊണ്ടല്ലയോ എലിശേ എത്ര വട്ടം വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ടും ഏലിയാവിനോടൊപ്പം ഓടിയത്. സ്തോത്രം. ഏലിയാവിനോടൊപ്പം വേറെ ശിഷ്യന്മാരുണ്ടായിരുന്നു, അവരെല്ലാം നിൽക്കാൻ പറഞ്ഞപ്പോ അവിടെ നിന്നു. പക്ഷെ എലിശ നിന്നില്ല. കാര്യം എന്തുവാ? എലിശയ്ക്ക് അറിയാം, ഈ ഓടിയാൽ ഇതിനൊരു പ്രതിഫലമുണ്ട്. ഇന്ന് പ്രിയ ദൈവമക്കളെ, നമ്മൾ വിശ്വാസിയായി ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തിന്റെ പൈതലെങ്കിൽ, നമ്മൾ ഓടുമ്പോൾ ഒരു പ്രത്യാശ നമുക്കുണ്ടാവണം. പ്രത്യാശയില്ലാതെ നീ എത്ര ഓടിയാലും ഒരു പ്രയോജനം ഉണ്ടാവത്തില്ല. ഞാൻ ഓർക്കും, ഇപ്പൊ നമ്മള് സ്തോത്രം ചർച്ചിനകത്ത്, അല്ലെങ്കിൽ സ്തോത്രം ചർച്ചിനകത്തുള്ള ഓരോ ദൈവമക്കൾക്കും ഒരു കാര്യത്തിനകത്ത് വലിയ സന്തോഷം ഉണ്ട്. എന്തുവാ? സ്തോത്രം. ഞങ്ങൾ രക്ഷപ്പെടുവാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഉയരുവാണ്, അതിന്റെ ഒരു വീതം സഭയ്ക്ക് കൊടുക്കും. സഭയാണ് ഞങ്ങളോടൊപ്പം നിൽക്കുന്നത്. ആ പ്രാർത്ഥനയ്ക്കൊരു വിലയുണ്ട്. സ്തോത്രം. കൊടുക്കുന്ന ദൈവമക്കളുണ്ട്, ഇല്ലാത്തവരുണ്ട്. കൊടുക്കുന്ന ദൈവമക്കളുണ്ട്. സ്തോത്രം. ഞാൻ ഉറപ്പായിട്ട് പറയാം, അതിനകത്ത് തുകയുടെ വലിപ്പം നോക്കാതെ എത്ര ആയാലും ഞങ്ങൾ കൊടുക്കും. കാര്യം എന്തുവാ? ദൈവം ഞങ്ങൾക്ക് തന്നതാ, അതിനൊരു ഭാഗം ഞങ്ങൾ കൊടുക്കും. അത് ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. കാര്യം എന്തുവാ? ഞങ്ങൾ ഉയരുന്നുവെങ്കിൽ സഭ ഉയരും. സഭ ഉയരും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ദൈവം നിശ്ചയമായി അനുഗ്രഹിക്കും. ഒരു മാറ്റവും ഇല്ല, ഒരു മാറ്റവും ഇല്ല. കാര്യം എന്തുവാ? സ്തോത്രം. അവര് തിരിച്ചറിഞ്ഞു. കാര്യം എന്തുവാ? എന്തു വന്നാലും അതെന്റെ ദൈവമാണ് തരുന്നത്. അപ്പൊ ദൈവത്തിനുള്ളത് ഞാൻ മാറ്റും. അത് എനിക്കും എന്റെ കുടുംബത്തിനും എന്തുവാ? ഒരു അനുഗ്രഹമാണ്. ഞാൻ കൊടുത്താലേ എന്റെ സഭ അനുഗ്രഹപ്പെടൂ, സഭയും ഉയർന്നു വരത്തുള്ളൂ. സഭ ഉയർന്നാലേ എന്റെ പല നന്മകൾക്കും അത് വലിയ കാരണമാവത്തുള്ളൂ. നിൽക്കുന്ന ദൈവമക്കളുണ്ട്, അവരെ ആരനുഗ്രഹിക്കും? ദൈവം അനുഗ്രഹിക്കും. കൊടുക്കത്തില്ലെങ്കിലും ഞാൻ പരാതി പറയാറുണ്ട്. ഞാൻ പരാതി പറയാനില്ല. പൈസക്കാണെങ്കിൽ വിലക്ക് വാങ്ങുന്ന ഒരുപാട് ടീമുകളുണ്ട്. ഇവരെല്ലാം കേട്ടാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കയറി വന്നേനെ. പ്രൈസലോ. ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നേനെ? യേശുവിനെ 25% ഉയർത്താൻ പറ്റത്തുള്ളൂ, 75% ഇവരെ ഉയർത്തിക്കൊണ്ടിരിക്കേണ്ടോ. അങ്ങനെയായിരുന്നു ഈ പണിക്ക് ഞാൻ വരത്തില്ലായിരുന്നു, വേറെ പരിപാടിക്ക് പോയത്. പ്രൈസലോ. ഞാൻ 75% ആരെ ഉയർത്തും? ക്രിസ്തുവിനെ ഉയർത്തും. 25% അല്ല ചിലപ്പോൾ ഞാൻ മനുഷ്യനെ ഉയർത്തും. കാര്യം എന്താ? അവരുടെ ഉള്ളിനകത്ത് കിടക്കുന്ന ചില ജനമോഹമുണ്ട്, അവരെന്ന് ഉയർന്നു. പ്രൈസോ. പക്ഷേ 75% ഞാൻ ഇവിടെ പോകത്തുള്ളൂ, ദൈവത്തിനെ ഉയർത്തുള്ളൂ. കാര്യം എന്തുവാ എന്ന് പറഞ്ഞ് ഞാൻ ആർക്കും അടിമയാവുന്നില്ല. ഞാൻ ഒറ്റ ഒരാൾക്ക് അടിമയാവും, അത് കർത്താവായ യേശു. സ്തോത്രം. ഞാനത് അങ്ങനെ പറയുന്നതിന്റെ കാര്യം വേറെ ഒന്നും അല്ല ദൈവമക്കളെ, ആരെയും കുറ്റപ്പെടുത്തിയൊന്നും അല്ല പറയുന്നത്. കാര്യം എന്തുവാ? ഞാൻ എന്റെ അനുഭവം അതായിരുന്നു. എന്നെ അധീനാണ് ആര് വിളിച്ചോണ്ട് വന്നത്? എന്റെ യേശു വിളിച്ച് എനിക്ക് മറന്ന് ജീവിക്കാൻ പറ്റുമോ? എന്റെ യേശുവിനെ മറന്ന് ജീവിക്കാൻ പറ്റുമോ? യേശു ഉള്ളത് കൊണ്ടാ, ആ വിളിയുള്ളത് കൊണ്ടാ ഇന്ന് ഞാൻ ജീവനോടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ സന്തോഷം അനുഭവിക്കുന്നത്, അല്ലെ എനിക്കൊരു കുടുംബമുള്ളത്, അല്ലെ എനിക്ക് സ്തോത്രം തലമുറയുള്ളത്, അല്ലെ എനിക്കൊരു സഭയുള്ളത്, ദൈവം തന്നിരിക്കുന്ന കൂടപ്പിറപ്പുകളുള്ളത്. ഇതെല്ലാം യേശു ഉള്ളത് കൊണ്ടാ, അല്ലെങ്കിൽ എനിക്ക് ഇതൊന്നും കിട്ടത്തില്ല. സ്തോത്രം. എത്ര കൂടപ്പിറപ്പുകളുണ്ട്. ചിലർ കൂടപ്പിറപ്പുകൾ അല്ലാതെ പോകുന്നുണ്ട്. പ്രൈസലോ. അത് ദൈവം അടുത്ത് വിളിക്കുന്നുണ്ട്, ഇല്ലയോ? ഇതെല്ലാം ആരുള്ളത് കൊണ്ടാ? യേശു ഉള്ളത് കൊണ്ടാ. സ്തോത്രം. പെരുമ്പടയിലുള്ളവരും കരുനാപ്പള്ളി ഉള്ളവരും ചവറയുള്ളവരും കൊട്ടാരക്കരയുള്ളവരും എല്ലാം ഒന്നിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ? ചേർത്തേക്കുന്നത് എന്തുകൊണ്ടാ? കർത്താവായ യേശു ഉള്ളത് കൊണ്ട്. കുണ്ടറയുള്ളതും സ്തോത്രം നമ്മൾ ഇത്രയും ദൂരെ നിന്നെല്ലാം വരുന്നതും ചേരുന്നതും സന്തോഷിക്കുന്നതിലെല്ലാം കാര്യം എന്തുവാ? യേശു ഉള്ളത് കൊണ്ട്. ഇന്ന് പകല് നമ്മൾ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ തിരിച്ചറിയും. അഭിഷേകത്തെ തിരിച്ചറിഞ്ഞ ദൈവമക്കൾ ഒരിക്കലും പരാജയപ്പെടത്തില്ല. അവന് നീ ജയഘോഷത്തോട് പുറത്തു വരും.
അവനെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ശക്തിക്കും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പരാജയപ്പെടുത്തുവാൻ കഴിയുന്നത്. പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. ഞാൻ ആ അനനിയാസിന്റെ കാര്യം പറയാം. അവന്റെ സ്വത്ത് അവൻ ചെന്ന് കർത്താവിന്റെ ദാസനായ പത്രോസിനോട് എന്ന് പറഞ്ഞില്ല, ഞങ്ങളെല്ലാം വിറ്റ് തരാമെന്ന് പറഞ്ഞു. അവര് എവിടുന്നുകൊണ്ടാ ഈ തീരുമാനം എടുക്കുന്നത്? എവിടുന്നുകൊണ്ടാ തീരുമാനം എടുക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുന്ന ദൈവസഭയ്ക്കകത്തുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രമാണങ്ങളെ ആര് വെളിപ്പെടുത്തി കൊടുക്കുക? പത്രോസ് കർത്താവിന്റെ ദാസൻ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ആ പ്രമാണത്തിനകത്തു നിന്നുള്ള ദൈവത്തിന്റെ തേജസ്സ് വന്നു. അവരുടെ പാപത്തിന് ബോധ്യം വന്നു. അവരുടെ കുറവുകളെ ഏറ്റുപറയുന്നു. ആ സമയത്ത് അവരാരോടെടുക്കുക? പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുക, എടുക്കുക, തീരുമാനം എടുക്കുക, ഞങ്ങൾ ഇന്നത് ചെയ്യാം. പുറത്തിറങ്ങി അവരത് വിറ്റു. അപ്പോഴവരുടെ ഉള്ളത്തിനകത്ത് അമികാലയിലെ വചനം പറയുന്നു, പിശാച് കയറി. പിശാച് കയറി. ഇത്രയെല്ലാം കൊടുക്കണം. എടാ, നിനക്ക് 2 ലക്ഷം രൂപ ശമ്പളം തന്നെ ആരാ? 5 ലക്ഷം രൂപ ശമ്പളം തന്നെ ആരാ? വട്ടപ്പുല്യത്തിൽ നിന്ന് നിന്നെ വിളിച്ചൊരു 5 ലക്ഷം രൂപ ശമ്പളം തരാൻ ജോലി തന്നെ ആരാ? അതിനകത്ത് 50,000 രൂപ ദൈവത്തിന് കൊടുക്കുന്നതിനകത്ത് നിനക്കെന്തോ പിടുത്തം? ഇന്നലെ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന വ്യക്തി പെട്ടെന്ന് 5 ലക്ഷം രൂപ ശമ്പളക്കാരനായി. 10,000 രൂപ ശമ്പളം തന്നെ ആരാ? 5,000 രൂപ ശമ്പളം തന്നെ ആരാ? അല്ല, എന്റെ കയ്യിൽ വരുന്ന പൈസ എങ്ങനെയുള്ളതാ? ഒരു ഉദാഹരണം പറയാം. പക്ഷെ ഞാന് വാർദ്ധക്യത്തിലെ പെൻഷനാണ് മേടിക്കുന്നത്. അത് ഗവൺമെന്റ് വരുന്ന പൈസ. അതാര് വരുന്നത്? ഗവൺമെന്റ് വരുന്ന പൈസ. പിണറായി സർക്കാർ കയറി, പിണറായി സർക്കാർ അത് കൂട്ടി തന്നു. അപ്പുറത്ത് മോദി സർക്കാർ കയറി അവിടെ കൂട്ടി കൊടുക്കുന്നു. ഇതെല്ലാം ഗവൺമെന്റ് തരുന്നേ. നീ ജീവനോടുണ്ടോന്നല്ലേ അത് മേടിക്കുന്നത്? സ്തോത്രം. നീ ജീവനോടുണ്ടായിരുന്നില്ലായിരുന്നു, നീ അത് മേടിക്കുമല്ലോ. അപ്പൊ നിനക്ക് ജീവൻ തന്നെ ആരാ? അപ്പൊ ആർക്കാ കൊടുക്കണ്ടേ? ചിലവരെല്ലാം ഉള്ളത്തിനകത്തുള്ള ചില ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു. ഞാൻ ഈ സ്വന്തം പെൻഷൻ മേടിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല പറഞ്ഞു. ആകെ കുറച്ച് പെൻഷൻ കിട്ടുന്നത് സ്വന്തം അവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. സ്വന്തം വലിയ വലിയ തുകകൾ ശമ്പളമായി കഴിയുമ്പോൾ ചിലവർക്ക് എന്തുണ്ട്? ഈ അനനിയാസിന്റെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കുക. ഈ പരിശുദ്ധാത്മാവിന്റെ കാര്യം എന്നോട് ചില ചോദ്യങ്ങൾ സുനില ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു വന്നത്. ഞാൻ പ്രാർത്ഥിക്കാതിരുന്നപ്പോഴേ എന്നോട് ദൈവത്തോട് സംസാരിക്കാൻ പറഞ്ഞു. ഇത്രയും അറുത്തുമുട്ടി പറഞ്ഞാൽ ഞാൻ പോകുന്നവർ പോകും, വരുന്നവര് ദൈവം കൊണ്ടുവരും, ഇരിക്കുന്നവരെ ഇരുത്തും, കീഴ്പ്പെടുന്നവരെ കീഴ്പ്പെടും, അനുസരിക്കുന്നവരെ അനുഗ്രഹിക്കും. ഇന്നലത്തെ വചനം എന്നെ ഏറ്റവും കൂടുതൽ വിലപ്പെടും. എന്തുവാ? ഭയപ്പെടണം, അനുസരിക്കണം, അനുസരിക്കുന്നവരെ ദൈവം ജീവിക്കും. അവനെ ആരനുഗ്രഹിക്കും? കർത്താവ് നിശ്ചയമായി അനുഗ്രഹിക്കും. ഇതൊന്നും കണ്ട് പേടിക്കരുത്. വിളിച്ചതാരാ? കർത്താവ്. കർത്താവ്. ഈ സഭയ്ക്കകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൂരേന്ന് ഭദ്രജാന്റെ ഫാമിലിയെ കൊണ്ടുവരും, അല്ല തങ്കമനുഷ്യനെ കൊണ്ടുവരുന്നു, ഗീതയാനെ കൊണ്ടുവരുന്നു, മകളമണിയാനെ കൊണ്ടുവരുന്നു, മനോമനുഷ്യനെ കൊണ്ടുവരുന്നു. ഇതെല്ലാം ആരാ കൊണ്ടുവന്നു? കൊട്ടാരങ്ങനെ സുരേഷിനെ കൊണ്ടുവരുന്നു. ഇതാരാ കൊണ്ടുവന്നേ? എനിക്ക് പരിചയം ഉണ്ടായിരുന്നു, എന്നെ അറിയായിരുന്നു. ഏതോ ഒരു മനുഷ്യൻ എവിടോ ജനിച്ചു, അറിയായിരുന്നു. ഇതിനെ കൂട്ടിച്ചേർത്ത ആരാ? കർത്താവായ യേശുവിന്റെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നിശ്ചയമായി ആരനുഗ്രഹിക്കും? ദൈവം അനുഗ്രഹിക്കും. പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവസ്നേഹം അല്ല ദൈവസഭ, ദൈവത്തിന്റെ സഭയുടെ കരുതൽ, പ്രാർത്ഥന, സ്തോത്രം, ആ ചേർന്നുള്ള ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ആ കാഴ്ചപ്പാട്,
അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കണ്ണുനീര്, പ്രാർത്ഥന, ഇതെല്ലാം എനിക്കൊരു വലിയ ബലമെന്ന് തിരിച്ചറിയുന്ന ദൈവം ചെയ്യണം. നിശ്ചയമായി ആ ദൈവത്തിന്റെ ശക്തി അവരുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടും. നമ്മളെ കുടുംബത്തിനകത്തുനിന്ന് ഒരാൾ രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ളവരെല്ലാം രക്ഷപ്പെടും. അതേപോലെ സഭയ്ക്കകത്ത് ഒരാളെ ദൈവം ഉയർത്തുമ്പോൾ ബാക്കിയുള്ളവർക്കും അനുഗ്രഹമാണ്, ഇല്ലയോ? ഞാനൊരു കാര്യം പറഞ്ഞു. നമ്മളെ സഭയ്ക്കകത്ത് കൊല്ലം ജില്ലയിലെ കളക്ടർ നമ്മളെ സഭയിലെ മെമ്പറാണ്. നമുക്കെല്ലാം അനുഗ്രഹമാണ്, ഇല്ലയോ? നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അനുഗ്രഹമാണ്. സഭയ്ക്കകത്ത് സഭയെ സ്നേഹിക്കുന്ന, സഭയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 100% നമ്മളെ അവരെന്ത് ചെയ്യും? സപ്പോർട്ട് ചെയ്യും, അനുഗ്രഹിക്കും. ഇതേപോലെ കൊല്ലം കളക്ടറൊന്നും ആവണ്ട, ഇതേപോലെ സഭയിലെ ഓരോ ദൈവമക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുവാ? ബ്ലെസ്സിംഗ്, അനുഗ്രഹമാണ്. കാര്യം എന്തുവാ? സഹോദരൻ സഹോദരിയാണ്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. കൊടുക്കുന്നതല്ല ദൈവമക്കളെ, കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും വലിയ വിഷയം. ഒരാൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നത് കുഞ്ഞുളിയാണോ? സ്തോത്രം. നമുക്ക് കൊടുക്കണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്തുവാ? പാടാ. അതാണ് സഭയുടെ ഏറ്റവും വലിയ കെട്ടുറപ്പ്. സ്തോത്രം. ഞാൻ ഓർക്കുക, അനനിയാസിന്റെ ഭാര്യ ഇത് പറയണമെങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവരെത്ര അനുഭവിച്ചു. അവർക്കുള്ളതെല്ലാം ഇനിയുള്ള ജീവിതം മുഴുവനും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണമെന്ന് പറയണമെങ്കിൽ, ആ ഉറപ്പിലേക്ക് അവർ വരണമെങ്കിൽ അവരെ ആ ദൈവസാന്നിധ്യത്തെ എത്രയും വലുതായിട്ട് അനുഭവിച്ചു കാണും. ഇന്ന് നമുക്ക് ദൈവം ഇതേ അഭിഷേകം പകരുന്നു. ഇന്നലെ ഞാൻ പറയുന്നതല്ലയോ, എലീശയ്ക്ക് അത്രയും നിന്നെയും പരിഹാസവും അനുഭവിച്ചെങ്കിൽ പോലും എലീശ വേണ്ടെന്ന് പറഞ്ഞ് നിർത്തിയിട്ട് നോക്കിയിട്ടും നിർത്താതെ എലീശ ഏലിയാവിനെ നോക്കി ഓടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയ പവർഫുൾ കുറച്ച് കഴിയുമ്പോൾ വെളിപ്പെടുത്തി തരുന്നു. ഏലിയാവ് ചെയ്തതിലും ഇരട്ടി അത്ഭുതം ആര് ചെയ്തു? എലീശ ചെയ്തു. കാര്യം വില കൊടുത്തത് കൊണ്ടാണ് കിട്ടിയത്. ഇന്ന് ദൈവസ്ഥാനത്ത് നിൽക്കുമ്പോൾ ചില പരിഹാസം കാണാം, ചില അപമാനങ്ങൾ കാണാം, ചില നിന്ദാവാക്കുകൾ കാണാം. നീ എന്തോ നോക്കി എന്തോ കണ്ടോണ്ടാ നീ ചാടുന്നത്. എടാ, ഞാൻ യേശുവിനെ കണ്ട ചാടുന്നത്. ചിലപ്പോൾ നിനക്ക് തിരിച്ചവിടെ സംസാരിക്കാൻ പറ്റത്തില്ലായിരിക്കാം. അപ്പോഴും നിന്റെ ഉള്ളത്തിനകത്ത് സംസാരിച്ചോ. നിന്റെ എതിരെ നിന്ന് സ്തോത്രം പത്രോസ് പറയുന്നത് പോലെ നിനക്ക് ചുറ്റുമായി അലർന്നൊരു സിംഹം നടക്കുന്നുണ്ട്. നിന്നെ കിട്ടുന്ന സമയത്ത് മിഴുങ്ങുവാൻ വേണ്ടി. അതാണ് പ്രതിപുരുഷനെ കുറിച്ച് അല്ലെങ്കിൽ പിശാചിനെ കുറിച്ച് ആര് പറഞ്ഞു തരുന്നത്? പത്രോസ് പറഞ്ഞു തരുന്നത്, ദൈവവചന പ്രകാരം പറഞ്ഞു തരുന്നത്. അതേപോലെ നിനക്ക് ചുറ്റും നീ ദൈവത്തിന് വേണ്ടി ഉറയ്ക്കുമ്പോ, ദൈവത്തിന് വേണ്ടി തീരുമാനമെടുക്കുമ്പോ, ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോ, ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോ നിനക്ക് ചുറ്റുമായി പല ശബ്ദങ്ങൾ ഉണ്ടാവാം, പല വാക്കുകൾ ഉണ്ടാവാം. സ്തോത്രം. പലരുടെ എതിർപ്പുകൾ ഉണ്ടാവാം. പക്ഷെ അവിടെയും നീ ഉറച്ചു നിന്നോണം. നിന്റെ ഹൃദയത്തിനകത്ത് ഒരു തീരുമാനം പറഞ്ഞോണം. എന്തുവാ? ഞാൻ ഇതിന്നെല്ലാം പുറത്തു വരുന്ന ഒരു ദിവസമുണ്ട്. ഇവര് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും എനിക്ക് മറുപടിയുണ്ട്. പക്ഷെ ഞാൻ മറുപടി പറയാത്തത് എന്റെ രക്ഷിതാവായ യേശു എന്നെ വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. അതുവരെ ഞാനും എന്റെ കുടുംബവും മിണ്ടാതിരിക്കും. ഞാനും എന്റെ കുടുംബവും മറുപടി പറയുന്ന ഒരു ദിവസമുണ്ട്. യെസ്, സ്തോത്രം. ഇന്ന് പകല ദൈവമക്കളെ, ദൈവസന്നിധിയിൽ നേർത്തോ ഈ ചില നിന്ദകളും പരിഹാസങ്ങളും അപമാനങ്ങളും നിന്റെ ജീവിതത്തിനകത്ത് വരുമ്പോൾ നിനക്ക് ചിലയിടത്ത് മറുപടി പറയാനില്ല. അവര് ചോദിക്കുന്നത് നീ എന്തോ കണ്ടോണ്ടാ, ആരെ കണ്ടോണ്ടാ, ആരുടെ വാക്ക് കേട്ടോണ്ടാ നീ ഇങ്ങനെ നിൽക്കുന്നത്. ഇനിയെങ്കിലും നീ ഒന്ന് ചിന്തിക്ക്, നീ ഒന്ന് പുറത്തു വാ എന്ന് പറഞ്ഞ് പിശാച് പല കാര്യങ്ങളും നിന്റെ കുടുംബത്തിലേക്ക് അല്ല നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോ നീ ഒരു കാര്യം ചിന്തിച്ചോണം. സ്തോത്രം. അവിടെ നീ പതറിപ്പോവാനല്ല, ആ വാക്കിന്റെ ഫ്രണ്ടിൽ നിന്ന് കരയാനല്ല, ആ വാക്കിന്റെ ഫ്രണ്ടിൽ നിന്നോണ്ട് ഉള്ളത്തിൽ നിന്ന് നീ പറയണം, എന്റെ കർത്താവ് എന്നെ വിളിച്ചിട്ടുണ്ട്, എനിക്കൊരു രക്ഷിതാവുണ്ട്, എനിക്കൊരു യേശു ഉണ്ട്, എന്നെ വിടുവിക്കുന്ന ഒരു യേശു ഉണ്ട്.
ആമേൻ. ഈ ഉറപ്പ് വേണം. സ്തോത്രം. നിങ്ങൾ ഓർക്കുക, ദാവീദിനെ കർത്താവ് വിളിച്ചു വേർതിരിച്ചു. ദാവീദിനെ ഉടനെ സ്തോത്രം ഹല്ലേലൂയ രാജാവാകി അഭിഷേകം ചെയ്ത് പുറത്തിറക്കി. പ്രൈസ് ദി ലോർഡ്. പക്ഷെ രാജസിംഹാസനം കിട്ടുവാൻ കാലങ്ങൾ എടുത്തു. പ്രൈസ് ദി ലോർഡ്. പിന്നെ അവൻ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോ അവന് ഒന്നിനെ കുറിച്ചൊരു ഭയമില്ലായിരുന്നു. അവന് ധൈര്യം, ഉറപ്പോടും സന്തോഷത്തോടും ആടിനെ മേയ്ക്കുക, അപ്പന്റെ ആടിനെ മേയ്ക്കുക, തിരിച്ചു വരിക, അവന് ഹാപ്പി ആയിരുന്നു. പക്ഷേ അവൻ അഭിഷേകം കിട്ടിയപ്പോൾ, ആമേൻ, അവനെ അഭിഷേകം ചെയ്തപ്പോ, പ്രൈസ് ദി ലോർഡ്, ശമൂവേൽ പ്രവാചകൻ വന്നവനെ അഭിഷേകം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന് പ്രതികൂലം വരാൻ തുടങ്ങി, പ്രതിസന്ധികൾ വരാൻ തുടങ്ങി. കാര്യം എന്തുവാ? സ്വന്തം ജീവന് വരെയും അവന് ഭയം വരുവാൻ തുടങ്ങി. കാര്യം സ്വന്തം ജീവൻ ഏത് സമയത്തും നഷ്ടപ്പെടുമെന്നുള്ളൊരു ഭയം. പക്ഷേ അവൻ പതറിപ്പോയില്ല. വിളിച്ച അഭിഷേകത്തെ, അവനെ തെരഞ്ഞെടുത്ത അഭിഷേകത്തെ, അവനെ വിളിച്ച യഹോവയായ ദൈവത്തെ അവൻ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞിട്ടാ എവിടെ വന്നിരുന്നത്? സിംഹാസനത്തിനകത്ത് വന്നിരുന്നത്. സ്തോത്രം. അവൻ ആരെന്ന് തെളിയിച്ചു കൊടുത്തിട്ട്, അവൻ ആരെന്ന് വെളിപ്പെടുത്തി കൊടുത്തിട്ട് അവൻ എവിടെ വന്നിരുന്നത്? സിംഹാസനത്തിനകത്ത് വന്നിരുന്നത്. ഞാൻ ഓർക്കും, രാജാവണ്ടേ ദാനിയേൽ, അല്ല സ്തോത്രം, രാജാവണ്ടേ ദാവീദ്. വചനം പഠിച്ചു നോക്കണം, സങ്കീർത്തനത്തിനകത്ത് വായിക്കണം, ദാവീദിന്റെ ചരിത്രങ്ങൾ പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. അന്ന് രാജാക്കന്മാരിങ്ങനെ സ്തോത്രം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാജാക്കന്മാര് സ്തോത്രം നമ്മളെ ഭാഷ പറഞ്ഞ രണ്ടിനല്ല പോണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, വലിയ ബാത്റൂം ഒന്നുമില്ല കാടിനകത്തും, അല്ല ഇങ്ങനെ പോകുന്നിടത്ത് എന്തില്ല, വലിയ ബാത്റൂം ഇല്ല. അവർ ഉപയോഗിക്കുന്ന സ്ഥലം എന്തുവാന്നറിയാമോ? ഗുഹകളുണ്ട്. ആ ഗുഹയ്ക്കകത്ത് എന്ത് ചെയ്യുന്നത്? രണ്ടല്ല സാധിക്കുന്നു. സ്തോത്രം. ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവ് ഒളിച്ചിരിക്കുന്നത് എവിടെ? ഈ ഗുഹയ്ക്കകത്ത്. പ്രൈസ് ദി ലോർഡ്. ശൗല് വന്ന് രണ്ട് സാധിക്കുമ്പോഴും സ്തോത്രം അതിന്റെ അപ്പുറത്ത് ആര് ഇരിപ്പുണ്ട്? ദാവീദ് ഇരിപ്പുണ്ട് ആ ഗുഹയ്ക്കകത്ത്. പ്രൈസ് ദി ലോർഡ്. നമ്മളോ അല്ലാതെ അത്രയും കഷ്ടമല്ലാതെ പറഞ്ഞാൽ എന്തിനാ ഇങ്ങനെ കിടന്ന് അനുഭവിക്കുന്നത്? കഷ്ടപ്പെട്ടാൽ രാജകീയ സിംഹാസനം കിട്ടുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് ചില നിന്നെ അനുഭവിക്കുന്നുവെങ്കിൽ, യേശുവിന് വേണ്ടി ചില പരിഹാസം അനുഭവിക്കുന്നുവെങ്കിൽ, യേശുവിന് വേണ്ടി ചില അപമാനം അനുഭവിക്കുന്നുവെങ്കിൽ, നിശ്ചയമായി ആരനുഗ്രഹിക്കും? ദൈവം തന്നെ അനുഗ്രഹിക്കും. സ്തോത്രം. ഞാനൊരു കാര്യം പറയാം. ദൂത് പറഞ്ഞിട്ടുണ്ട്, വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് വില കൊടുക്കാതെ, നിന്റെ ഹൃദയം ദൈവസന്നിധി ഉടഞ്ഞ് ദൈവത്തിന് വില കൊടുക്കാതെ ദൈവത്തിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? നിന്നെ അനുഗ്രഹിക്കാൻ പറ്റില്ല. എല്ലാം വന്നു, പക്ഷെ ഇതുവരെ എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. കാര്യം എന്തുവാ? വന്നത് നിന്റെ ഫ്രണ്ട് ഇരിപ്പുണ്ട്. കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നീ ഉടയണം. ഇത് അനുഭവിക്കേണ്ട രീതിയിലേക്ക് നീ എന്ത് ചെയ്യണം? മാറാതെ കിട്ടുമോ? മാറാതെ കിട്ടുമോ? മാറാതെ കിട്ടത്തില്ല. ദൈവസന്നിധി ഉടയുന്നവരെ ഞാൻ ദൈവത്തെ അറിയാം. ഞാൻ ദൈവസഭയിലുണ്ട്, ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. ഞാൻ മൗനമായിട്ട് ഇരിക്കുന്നത് അമിസ്തോത്രം. പക്ഷെ ഞാൻ പലതും എന്ത് ചെയ്യുന്നില്ല? ഉടൻ ഏറ്റെടുക്കുന്നില്ല. ഏറ്റെടുക്കാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അനുഗ്രഹിക്കുവാൻ കഴിയും. നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ നമ്മൾ എവിടെ ഉടയണം? ദൈവസന്നിധി ഉടയണം. ദൈവസന്നിധി ഉടയുന്നുവെങ്കിൽ നിശ്ചയമായി ആരനുഗ്രഹിക്കും? ദൈവം നമ്മളെ അനുഗ്രഹിക്കും. എന്നോട് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്നത്, ദൂതെല്ലാ കുടുംബത്തിനകത്ത് നിറച്ചു വെച്ചിട്ടുണ്ട്. തരാനും ദൈവം ശക്തനാണ്, വിളമ്പി തരാനും ശക്തനാണ്. പക്ഷെ അത് കഴിക്കാൻ എന്റെ വയറ് ഫുള്ളാണ്. എന്റെ വയറ് ഫുള്ളാണ്. എന്റെ വേണ്ടി കൊണ്ടുവന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി കൊണ്ടുവച്ചെന്ന് പറഞ്ഞ് ഞാൻ കഴിക്കണമെന്നല്ല ആഗ്രഹമുള്ളൂ. മണമെല്ലാം അടിച്ചിട്ട് എനിക്ക് കഴിക്കണമെന്നുണ്ട്. പക്ഷെ ഇച്ചിരി അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മൾ വേണ്ടാന്ന് പറയുന്ന ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ. എന്തുവാ? 5 കോടി രൂപ നമ്മളെ കയ്യിൽ ഇരിക്കുമ്പോഴും ഒരു 10 കോടി കിട്ടിയാൽ വരട്ടേന്നേ പറയത്തുള്ളൂ. അല്ലെങ്കിൽ 2 ഡ്രസ് ഉള്ളപ്പോഴും 3ാമത് ഡ്രസ് കിട്ടിയാൽ വരട്ടേന്നേ പറയത്തുള്ളൂ. സ്തോത്രം. 5 ജോഡി ചെരുപ്പ് ഉപയോഗിക്കുന്നു, ഒരു 6ാമത് കിട്ടിയ വരട്ടെന്നേ പറയത്തുള്ളൂ. പക്ഷെ വയറ് ഫുള്ളായിട്ടിരിക്കുന്നു പറയും വേണ്ടാന്ന് പറയത്തുള്ളൂ. കാര്യം എന്തുവാ? 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചൊന്ന് ഒതുക്കിയിട്ട് വരട്ടെ, അല്ലെങ്കിൽ മിറ്റത്തെല്ലാം ഒന്ന് ഓടിയിട്ട് വരട്ടെ, ഇച്ചിരെങ്കിലും ദഹിച്ചിട്ട് വരട്ടെ. സ്തോത്രം.
ഈ മിറ്റത്തെല്ലാം ഓടി ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. സ്വന്തം ചില സാധനത്തോടുള്ള ആഗ്രഹം കൊണ്ട് ഓടി ദഹിച്ചിട്ട് വന്ന് പിന്നെ കഴിക്കാൻ തന്നിട്ടുണ്ട്. സ്വന്തം വർക്കൗട്ടെല്ലാം ചെയ്തിട്ട് പിന്നെ വന്ന് കഴിക്കാൻ തുടങ്ങും. ഇപ്പോഴല്ല, നേരത്തെ. കാര്യം എന്തോ, വയറ് ഫുള്ളായി കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? എത്ര വലിയ ശ്രേഷ്ഠമായ സാധനമാണെന്ന് പറഞ്ഞാൽ പോലും എന്ത് ചെയ്യത്തില്ല. ചിലവരുണ്ട്, ചിലവരെ എനിക്ക് നല്ലോണം അറിയാം, നല്ല ഫുഡ് ഉണ്ടാക്കാൻ അവർക്കറിയാം. പക്ഷെ അവര് പലപ്പോഴും ആ ഫുഡ് കഴിക്കാറില്ല. കാര്യം എന്തുവാ? ആ മണവും ആ വെപ്പും എല്ലാം കഴിയുമ്പോൾ അവരുടെ വയറെന്നറിയാം. അവർക്ക് പിന്നെ അതൊരു മടുപ്പ് പോലെ. എത്ര വലിയ ആഹാരമായാലും ഒരു 2 ദിവസം അടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് മടുപ്പാവും, ഇല്ലയോ? നമ്മൾ വേറെ പിടിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ബിരിയാണി. 2 നേരം ഓക്കെയാണ്, 3ാമത്തെ നേരമാകുമ്പോൾ എനിക്കിത് മാറ്റിയേ പറ്റും. കാര്യം എന്തുവാ? വയറങ്ങോട്ട് സപ്പോർട്ട് ചെയ്യത്തില്ല, അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് സപ്പോർട്ട് ചെയ്യത്തില്ല, ടേസ്റ്റ് സപ്പോർട്ട് ചെയ്യത്തില്ല. കർത്താവ് നമ്മുടെ ജീവിതത്തിനകത്ത് എല്ലാം ഒരുക്കി വെച്ചേക്കുക. കർത്താവ് നമ്മുടെ ജീവിതത്തിനകത്ത് വിശിഷ്ടമായ ആഹാരം നമ്മളെ മുന്നിൽ ഒരുക്കി വെച്ചേക്കുക. പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റുന്നു. ആഹാരം കൊണ്ടുവരാനല്ല കർത്താവ് ഉപയോഗിക്കുന്നത്, കർത്താവ് ഒരുക്കി വെച്ചേക്കുക. കാര്യം എന്തുവാ? വയറ്റി കിടക്കുന്ന ചില ദഹിക്കാതെ ഇതെടുക്കാൻ പറ്റുന്നു. വയറ്റി ദഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ദൈവം വെച്ചിട്ടുണ്ട് സമയമുണ്ട് ഒരു ദഹനത്തിന്, ഇല്ലയോ? ദഹിച്ച് കഴിഞ്ഞിട്ടേ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ? ഭക്ഷിക്കണം. ഇതേപോലെ കർത്താവിനോട് പറയുക, ചില ദൂത് നിങ്ങളെ ഫ്രണ്ടിൽ വിളമ്പി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ദഹിക്കാതെ എന്ന് പറഞ്ഞാൽ വയറ്റി കിടക്കുന്ന ചിലതെല്ലാം എന്ത് ചെയ്യണം? ഉടയാതെ ശ്രേഷ്ഠമായത് ഭക്ഷിക്കാൻ പറ്റൂ. ഇന്ന് കൊറോണ ബാധിച്ച് കിടക്കുന്നവർക്ക് ചോദിച്ചാൽ അവര് പറയുന്ന ആഹാരം ഫുള്ളാക്കണമെന്ന്. പക്ഷെ ഒറ്റ ഒരു ആഹാരത്തിന് ഒന്നില്ല, മണവും ഇല്ല, ടേസ്റ്റും ഇല്ല. സ്തോത്രം. അവരെങ്ങനെങ്കിലും എല്ലാം കഴിക്കുക, പക്ഷെ പറയുക കഴിക്കാൻ തോന്നുന്നില്ല. കാര്യം എന്തോ? മണമില്ല, ടേസ്റ്റ്. എന്റെ അടുത്ത സുഹൃത്ത് കിടപ്പുണ്ട്, ഇപ്പം 3ാമത്തെ ദിവസമാണ്. ഇന്ന് അവൻ പറഞ്ഞ നാരങ്ങ അച്ചാറിന്റെ ഒരു മണം ഇന്നാണ് കിട്ടിയത്. അവൻ പറയാം, അണ്ണാ ഇത് കഴിക്കണമെന്നുണ്ട്, എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. കഴിക്കാതെ എന്ത് ചെയ്യത്തില്ല? ബലപ്പെടത്തില്ല. ഇത് തന്നെ ദൈവിക മർമ്മവും ഞാൻ പറയാം. ദൈവം വിളമ്പി വെച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കഴിക്കാൻ പറ്റുന്നില്ല. കാര്യം എന്തുവാ? ലോകപരമായ ചിലതെല്ലാം അകത്ത് കിടക്കുക. ഇതെല്ലാം ഉടയ്ക്കാൻ, ഇതെല്ലാം പോവാ എന്ത് ചെയ്യത്തില്ല? പ്രാപിക്കാം. കുത്തി തിന്നാൻ പറ്റൂ വയറ് ഫുള്ളായിട്ടിരുന്ന? നമ്മൾ ഇടിച്ചു കുത്തിയാൽ പറ്റി. സ്തോത്രം. നമ്മളെ വണ്ണം കുറയ്ക്കുന്ന ചിലവരുടെ വണ്ണം കുറയ്ക്കുന്നത് ഇതിനകത്ത് എന്തുവാ? കെട്ടിയിടുക, പകുതി കൊണ്ടുവന്ന് കെട്ടിയിടുക. ഞാനത് ചോദിച്ചു, ഒരാളോട് ചോദിച്ചപ്പോൾ അയാളുടെ കെട്ടിയിടുവോ, എക്സസൈസ് ചെയ്യുവോ? സ്തോത്രം. പക്ഷെ ഒരു കാര്യമുണ്ട്, നേരത്തെ ഞാൻ 4 ഇഡലി കഴിക്കുമായിരുന്നു, ഇപ്പൊ എനിക്ക് കഴിക്കണമെന്ന് വെച്ചാൽ നടക്കത്തില്ല. കാര്യം എന്തുവാ? ഇവിടെ ഇത് കെട്ടിയിട്ടേക്കുവാ. ഇതിനകത്ത് ഒരു ഇഡലി ചെയ്യുമ്പോഴേ ഫുള്ളായി. 2ാമത്തെ കഴിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരിക്കും. ദൈവം കൊടുത്തിരിക്കുന്ന സിസ്റ്റമാറ്റിക് എന്ത് ചെയ്തേക്കുവാ? ഓപ്പറേഷൻ ചെയ്ത് കെട്ടിയിട്ടേക്കുവാ. ഞാൻ നോക്കുമ്പോൾ പുള്ളി സ്ലിമ്മായി. എന്റെ അടുത്തോടെ സ്ലിം ആയേ ഉള്ളൂ, എല്ലാം കണ്ടോണ്ടിരിക്കാനേ പറ്റും, എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനും ഓർത്ത് കൊള്ളാം, നല്ല ഐഡിയ. ഇത്രയും സ്ലിം ആയപ്പോൾ പുള്ളി വേറൊരു സൗന്ദര്യമായി. അപ്പൊ ഞാൻ ഓർത്ത് ഇത്രയും പ്രായമുള്ള ആൾ ഇത്രയും ഗെറ്റപ്പ് ആയപ്പോൾ ഞാൻ പുള്ളിയോട് വിശദമായിട്ട് ചോദിച്ചു. പുള്ളി എന്നോട് പറയാം, സ്ലിം ആയേ ഉള്ളൂ, ചെയ്യല്ലേ പോയി. ഞാൻ ചെയ്തത് ഇപ്പൊ എനിക്ക് ആകെ പണിയായിട്ടിരിക്കുകയാണ്. 110 കിലോയിൽ കിടന്ന മനുഷ്യനാണ്, ഒറ്റ അടിക്ക് 75 കിലോയായി. പക്ഷെ അതിന്റെ രഹസ്യം എന്തുവാ? പുള്ളി എന്നോട് പറഞ്ഞ എന്തെങ്കിലും ആകാരം ഇച്ചിരി കൂടുതലായി മണം അടിച്ചാൽ മതി, സർ തീരാ. അകത്തോട്ട് എടുക്കാൻ പറ്റത്തില്ല. കറക്റ്റ് അല്ലയോ? നമ്മൾ തന്നെ ആഹാരം കഴിച്ചു ഫുള്ളായി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എത്ര ഇഷ്ടമുള്ള അതിന് നമുക്ക് കഴിക്കാൻ പറ്റും? വീർപ്പ് മുട്ടും. പരിശുദ്ധാത്മാവിന് അനുഭവിച്ചവൻ, പരിശുദ്ധാത്മാവിനെ അനുഭവിക്കേണ്ട രീതി അനുഭവിച്ച ഒരു വ്യക്തി
ഉറപ്പായിട്ട് ഞാൻ വിളിച്ചു പറയാം, എത്ര പ്രതികൂലം വന്നാലും അവൻ പതറത്തില്ല. അവന്റെ പരിശുദ്ധാത്മാവൻ എന്ത് ചെയ്യും? അവൻ പുറത്തു കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? അവൻ ജയം പ്രാപിക്കും. ഇന്ന് പലപ്പോഴും നമ്മളെ വിളിച്ച ദൈവത്തിന്റെ വിളി, അല്ലെങ്കിൽ ദൈവം നമ്മളെ വിളിച്ച ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ മഹത്വം പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, തിരിച്ചറിയേണ്ട രീതിയിൽ അറിയുന്നില്ല. ഇന്ന് പകരം ഞാൻ പറയാം, അറിയേണ്ട രീതി അറിഞ്ഞാൽ ദൈവം നിശ്ചയമായി ആരെ അനുഗ്രഹിക്കും? പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതിന്, അല്ലെങ്കിൽ ദൈവം പറയുന്നതിന് അനുസരിക്കാതെ പോയാൽ നീ എവിടെ പോയാലും എന്ത് ചെയ്യുന്നില്ല, രക്ഷ പ്രാപിക്കും. നീ ഭയപ്പെടേണ്ടത് ആരെയാണ്? ദൈവത്തെ. അനുസരിക്കേണ്ടത് ദൈവത്തെ. ഏറ്റെടുത്ത് ജീവിക്കേണ്ടത് ആരെയാണ്? ഞാൻ ഓർക്കുക, അനനിയാസ്, ആ മനുഷ്യനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുന്ന് ചിന്തിച്ചു. ഞാൻ ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് കഴിഞ്ഞ ദിവസം പിന്നെ പുള്ളിയെ കുറിച്ച് ചിന്തിക്കാൻ തോന്നി. പരിശുദ്ധാത്മാവിനെ പുള്ളി അത്രയ്ക്ക് അനുഭവിച്ചു കാണും. അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ തീരുമാനം ദൈവസ്ഥലം എടുക്കാൻ പറ്റത്തില്ല. അവർ രണ്ടുപേരും അനുഭവിച്ചു കാണും. രണ്ടുപേരും വന്നിട്ട് വിറ്റ് കഴിഞ്ഞപ്പോഴേ ആര് കയറി? പിശാച്. സമ്പത്ത് കൈ വന്നപ്പോഴേ ആര് കയറി? പിശാച്. സ്തോത്രം. പിശാച് കയറി കഴിഞ്ഞപ്പോ അവർ ഉള്ളത്തിനകത്ത് പറഞ്ഞു, നമുക്ക് ദൈവത്തിന് വേണ്ടി കൊടുക്കാം, പക്ഷെ എന്ത് ചെയ്യണം? കുറച്ചെടുത്ത് മാറ്റിവെച്ച, കുറച്ചെടുത്ത് മാറ്റിവെച്ചേക്കാം, ബാക്കിയെടുത്ത് ആർക്ക് കൊടുക്കാം? ദൈവത്തിന് കൊടുക്കാം. ചില മണിക്കൂറുകൾക്ക് മുമ്പേ ഭാര്യ ഭർത്താവ് എടുത്ത തീരുമാനം എന്തുവായിരുന്നു? നമുക്കുള്ളതെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊടുക്കാം. സ്തോത്രം. എന്നിട്ട് നമ്മൾ ഈ സഭയ്ക്ക്, അല്ലെങ്കിൽ ഈ ആമികാലിലെ സ്തോത്രം, ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്ന് കീഴ്പ്പെട്ട് മുന്നോട്ട് ജീവിച്ചു. കാര്യം നമുക്ക് വേറെ ആർക്കും വേണ്ടി ഉണ്ടാക്കി വെക്കുവാനൊന്നുമില്ല, തലമുറയൊന്നുമില്ല. പക്ഷെ പൈസ കൈ വന്നപ്പോഴേ ആളെ സ്വഭാവം. പാസ്റ്റർ എന്ത് പറയുന്നേ? ഇത് അവരുടെ സ്വത്തല്ലേ അവർ വിറ്റേ, അല്ലാതെ ഇത് സഭയുടെ സ്വത്തോ അല്ലെങ്കിൽ നാട്ടുകാരുടെ സ്വത്തോ ഒന്നും അല്ലല്ലോ വിറ്റേ, അവരുടെ സ്വന്തം സാധനമാണ് വിറ്റേ. സ്തോത്രം. അവരുടെ ജീവിതത്തിനകത്ത് അവരങ്ങനെ ചെയ്തതിന് എന്തുകൊണ്ടാണ് അവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്? അവരുടെ സ്വത്ത് അവര് വിറ്റേ. അവര് സഭയുടെ സ്വത്തല്ല വിറ്റേ. അല്ലെങ്കിൽ സഭയിലെ പാസ്റ്ററിന്റെ അടുത്ത് വന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ ആ പത്രോസിനോ കർത്താവിന്റെ ദാസനോട് വന്ന് പറഞ്ഞില്ല, ഞങ്ങൾ ഇതുപോലെ ചെയ്യാൻ പോകാന്ന് പറഞ്ഞില്ല. ആരോടും പറഞ്ഞില്ല. ഭാര്യയും ഭർത്താവും മാത്രമേ അറിഞ്ഞുള്ളൂ. ഇന്ന് പകല് ദൈവത്തിന്റെ ദൂത് ഞാൻ വിളിച്ച് പറയാം, പ്രിയ ദൈവങ്ങളെ, നീ പരിശുദ്ധാത്മാവിന്റെ ആയിക്കഴിഞ്ഞാൽ നിനക്കാരെ ഒളിക്കാം, പക്ഷെ പരിശുദ്ധാത്മാവിനെ ഒളിച്ച് നിന്റെ ജീവിതത്തിനകത്ത് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ആരെ വേണമെങ്കിലും ഒളിക്കാം. ഭാര്യയെ ഒളിപ്പിക്കാം, ഭർത്താവിനെ ഒളിപ്പിക്കാം, മക്കളെ ഒളിപ്പിക്കാം, അപ്പനെ ഒളിപ്പിക്കാം, അമ്മയെ ഒളിപ്പിക്കാം, കുടുംബക്കാരെ ഒളിപ്പിക്കാം, സ്വന്തക്കാരെ, ബന്ധുക്കളെ, എല്ലാം, സഭയിലെ പാസ്റ്ററെ വരെ ഒളിപ്പിക്കാം. പക്ഷെ ആരെ ഒളിപ്പിക്കാൻ പറ്റത്തില്ല? ദൈവത്തെ, പരിശുദ്ധാത്മാവിനെ, ദൈവം തന്നിരിക്കുന്ന കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒളിച്ച് നിനക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. സ്തോത്രം. ഞാൻ പിന്നെ ചിന്തിച്ചു, ഇവർക്ക് എന്തുകൊണ്ട് ശിക്ഷ കൊടുത്തു? ആദ്യത്തെ വാക്യത്തിൽ തന്നെ വരാം. പരിശുദ്ധാത്മാവിന്റെ പ്രവാഹം അവരുടെ ശരീരത്തിൽ മേൽ അനുഭവിച്ചപ്പോൾ, ഭാര്യ ഭർത്താവിന്മേൽ അനുഭവിച്ചപ്പോൾ, ദൈവസഭയുടെ മഹത്വം അവർക്ക് അനുഭവിച്ചപ്പോൾ, ദൈവസഭയുടെ മഹത്വം അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ അനുഭവിക്കണം. ഇന്ന് ഈ സഭയ്ക്കകത്ത് ഒരാൾ കയറി വന്ന് ഈ സഭ ഇഷ്ടപ്പെടണമെങ്കിൽ ഈ സഭയ്ക്കകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അദ്ദേഹം ആ രീതിയിൽ അളവോട് അനുഭവിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അയാൾക്ക് ഈ സഭ ഇഷ്ടപ്പെടാൻ പറ്റത്തുള്ളൂ. ഇല്ലയോ? അയാൾ ഇവിടെ വന്നപ്പോൾ അയാൾക്ക് ചില വാക്കൊന്നും അങ്ങോട്ട് പറ്റുന്നില്ല. കാര്യം എന്തുവാ?
അയാള് ഇതിനെതിരെ പാപം ചെയ്തുകൊണ്ടിരിക്കും. അയാൾക്ക് ഇരിക്കാൻ പറ്റൂ? ഇരിക്കാൻ പറ്റൂ? ഇല്ലേ? ഇരിക്കാൻ പറ്റൂ? അയാൾ ഇങ്ങനെല്ലാം പറയുന്നത്, ഞങ്ങളെ ഭാഷ ഇങ്ങനൊന്നും പറയത്തില്ലല്ലോ, ഞങ്ങളെ സഭ ഇങ്ങനെയൊന്നും പറയത്തില്ലല്ലോ, ഞാൻ കേട്ടതൊന്നും ഇങ്ങനെയൊന്നും പറയത്തില്ലല്ലോ, ഞാൻ കേട്ടത് യൂട്യൂബിലൊന്നും ഇങ്ങനെയൊന്നും പറയത്തില്ലല്ലോ. അല്ല, ഈ പറയുന്നതിനകത്ത് എന്റെ കുറവുണ്ട്, പക്ഷെ ഇന്നു മുതൽ ഞാൻ ഒരു പുതിയ മനുഷ്യനാവാൻ പോവാം. അങ്ങനെ ആഗ്രഹിച്ച് ദൈവസഭ തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ സഭയ്ക്കകത്തിരിക്കുമ്പോൾ മനസ്സിലാവും, ഈ സഭയാണ് എന്റെ സഭ. ഇല്ലേ? ഒരു സഭയെ തിരിച്ചറിയുന്ന ഇങ്ങനെ ദൈവസാന്നിധ്യം എന്റെ കുറവിനെ ഏറ്റു പറയുന്നു, എന്റെ കുറവിനെ വെളിപ്പെടുത്തി തരുന്നു. എന്റെ കുറവിനെ വെളിപ്പെടുത്തി തരുന്ന കാലത്തോളം ഈ സഭയാണ് ആരുടെ സഭ? എന്റെ സഭ. ഞാൻ ഇനി കീഴ്പ്പെടാൻ പോവുക. ഞാൻ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല. എന്റെ പാപം എനിക്ക് മനസ്സിലായി. അവനെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. അതല്ല സ്തോത്രം, ഇതൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞ് പോന്നവനെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ട. ഞാൻ ഓർക്കുക, ഈ അനനിയാസിനോട് കർത്താവ് എന്തു ഇങ്ങനെ ചെയ്തത്? കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ ദൂത ഞാൻ പറയുന്നത്, ആ കുടുംബത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ദൂത പറയുന്നത്. എന്തുകൊണ്ട് ആ കുടുംബത്തിനകത്ത് അനർത്ഥം സംഭവിച്ചു? അവർ സഭയിൽ വരാത്തവരാണോ? അവർ ദൈവസഭയ്ക്കകത്ത് വില കൊടുക്കാത്തവരാണോ? പ്രൈസറോ? അവർക്കുള്ളതെല്ലാമാ അവരെന്ത് ചെയ്യുന്നേ? വിറ്റത്. ആ വിൽക്കാനുള്ള മൈൻഡ് ഉണ്ടായത് എവിടാ? പരിശുദ്ധാത്മാവിനെ അവർ അനുഭവിക്കാൻ തുടങ്ങിയപ്പോ അവർക്ക് മനസ്സിലായി, ഈ സ്വത്തോ സുഖമോ ഇതൊന്നുമല്ല, ഇതിനപ്പുറത്തെയാ പരിശുദ്ധാത്മാവ്. ഇല്ലയോ? അനുഭവിച്ചപ്പോഴാ അവരെന്ത് ചെയ്തേ? ഇത് വിറ്റത്. പക്ഷെ വിറ്റപ്പോ പണം കൈ വന്നപ്പോ ആര് കയറി? പിശാച്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുള്ള ദൈവമക്കളെ, നിന്റെ മൈൻഡ് മാറുമ്പോൾ ആര് വരും? പിശാച് വരും. നിന്റെ കുടുംബത്തെ അവകാശം പറയാൻ വരും. പക്ഷെ നിന്റെ മൈൻഡ് പരിശുദ്ധാത്മാവോടെ ചേർന്നായിരിക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തിലേക്ക് ആര് വരത്തില്ല? പിശാച് വരത്തില്ല. അവന് കയറാൻ പറ്റത്തില്ല. പക്ഷെ നിന്റെ മൈൻഡ് മാറാൻ തുടങ്ങുമ്പോൾ ആര് വരും? പിശാച് വരും. ഞാൻ ഓർക്കുക, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ അവര് പറഞ്ഞു പരിശുദ്ധാത്മാവിന് അപ്പുറമായി ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ തീരുമാനമെടുത്തു. പക്ഷെ വിറ്റപ്പോൾ ആര് വന്നു? പിശാച് വന്നിട്ട് പറഞ്ഞു, കുറച്ചെടുത്ത് മാറ്റി വെച്ചേക്കാം, എന്നിട്ട് ബാക്കി എവിടെ കൊണ്ട് കൊടുക്കാം? ദേവദാസന്റെ കൊണ്ട് കൊടുക്കാം, സഭയ്ക്ക് കൊണ്ട് കൊടുക്കാം. അപ്പോഴൊരു കാര്യം അവരുടെ ഉള്ളത്തിനകത്ത് വന്നു. കാര്യം എന്തുവാ? പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് വലുതായിട്ട് കണ്ടവർ ആ നിമിഷം മുതൽ എന്ത് മനസ്സിലായി? പരിശുദ്ധാത്മാവിന്റെ വലുതാണ് സ്വത്ത്, പണം. കാര്യം എന്തുവാ? ചിലപ്പോ അവിടുന്ന് തന്നെ കൈവിട്ടാലും നിൽക്കണ്ടേ, പിടിച്ചിരിക്കണ്ടേ? ഈ ഒരു ചിന്ത ആരുടെ മേൽ വന്നു? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഞാൻ എന്നെ എന്റെ കുടുംബത്തെ ഇനി എന്റെ കർത്താവ് കരുതിക്കൊള്ളും, എനിക്കൊരു രക്ഷിതാവേ ഉള്ളൂ എന്ന് തീരുമാനമെടുത്തിട്ട് വന്നിട്ടും പാമി ലോകത്തിനകത്ത് ചില പ്രതികൂലവും പ്രയാസങ്ങൾ വരുമ്പോൾ തിരിഞ്ഞു നോക്കിയിട്ട് പ്രാർത്ഥനയും വിട്ട് അല്ലെങ്കിൽ ആരാധനയും വിട്ട് അല്ലെങ്കിൽ ഉപവാസവും വിട്ട് നീ തിരിഞ്ഞു നോക്കിയിരുന്ന് ചിന്തിക്കുമ്പോഴേ ഓർത്തോണം, നിന്റെ മൈൻഡ് രണ്ടായി. നീ രക്ഷിക്കപ്പെടുമ്പോൾ എടുത്ത തീരുമാനത്തിനകത്ത് ഒറ്റ മൈൻഡേ ഉള്ളായിരുന്നു, ഇപ്പോൾ രണ്ട് മൈൻഡായി. രണ്ട് മൈൻഡിനകത്ത് ആർക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല? ദൈവത്തിന്റെ ആത്മാവിനെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. നീ അതുവരെ യേശു വലുതാന്ന് കണ്ടു, പക്ഷെ ലോകത്തിൽ വരുന്ന ചില പ്രതികൂലത്തിന്റെ വാക്കുകളെ അല്ലെങ്കിൽ ചില പ്രതിസന്ധികളെ കണ്ടപ്പം നീ യേശുവിനെ ഒന്ന് മാറ്റി നിർത്തി ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? നേരിടുവാൻ, ജയിക്കുവാൻ കഴിയുന്നില്ല. കാര്യം നീ യേശുവിനെ മാറ്റി നിർത്തി. പക്ഷെ യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ സകല കാര്യത്തിനകത്തും ആര് മറുപടി തരും? യേശു. ഈ മനുഷ്യന് ഇത് തന്നെ സംഭവിച്ചത്. എന്തുവാ? വിറ്റ് കഴിഞ്ഞപ്പോ പുള്ളിക്കാരന്റെ ഉള്ളത്തിനകത്ത് ചിന്ത വന്നു കാണും, എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് ചിലപ്പോ നമ്മൾ മാറിയിരിക്കുമ്പോഴേ നമുക്ക് എന്തെങ്കിലും വേണ്ടേ? അതിനു മുമ്പേ പുള്ളിയുടെ ചിന്ത എന്ത് വരുന്നു? പരിശുദ്ധാത്മാവിന് വലുതായിട്ട് ഒന്നുമില്ല, അതുകൊണ്ട് ആ പുള്ളി മൊത്തം കൊടുക്കാന്ന് പറഞ്ഞു. വിറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരനൊരു ചില സെറ്റ് ചെയ്ത് വെച്ചേക്കാം, സേവ് ചെയ്ത് വെച്ചേക്കാം. ചിലപ്പോ അവിടുന്ന് കൈവിട്ടാലോ? ഇന്ന് പല ദൈവമക്കളുടെ ജീവിതം ഇതേ രീതിയാണ്. ക്രിസ്തുവിലേക്ക് എടുക്കുന്ന തീരുമാനങ്ങളും ക്രിസ്തുവിലേക്കുള്ള ഉറപ്പും എല്ലാം വലുതായിരുന്നു. പക്ഷെ പ്രതികൂലങ്ങൾ വരുമ്പോൾ ഈ തീരുമാനത്തിൽ നിന്നെല്ലാം പിന്മാറുക. അവനെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട.
ഈ മനുഷ്യൻ നേരെ പോയിട്ട് പത്രോസിന്റെ കൈ കൊണ്ട് എന്ത് ചെയ്തു? ഞങ്ങൾ വിറ്റ മുതലിതാണ്, ഞങ്ങളൊരു ദൈവത്തിന് വേണ്ടി ജീവിക്കും. പത്രോസ് എടുത്ത വായ്പ വെച്ചു. നീ വിറ്റ മുതല് അല്ലെങ്കിൽ നിനക്ക് കിട്ടിയ പണം മുഴുവനും ഇതിനകത്തുണ്ടോ? ആരാ വെളിപ്പെടുത്തി കൊടുക്കുന്നത്? പരിശുദ്ധാത്മാവ്. വെളിപ്പെടുത്തി കൊടുക്കുക. പത്രോസിന് അറിയത്തില്ല ഇവിടെ നടന്ന സംഭവം ഒന്നും അറിയത്തില്ല. പത്രോസ് എടുത്തു വായി ചോദിക്കുക, ഇതിന് മൊത്തം ഉണ്ടോ? നീ എടുത്ത തീരുമാനം നല്ലതാണ്. പത്രോസ് പറയുക, ഇത് വിൽക്കുന്നതും മുമ്പേ നിന്റേതായിരുന്നു, വിറ്റ് കഴിഞ്ഞിട്ടും നിന്റേതായി. ഇതിനകത്ത് എപ്പോഴാ നിനക്കൊരു വേർതിരിവുണ്ട്? പത്രോസ് ചോദിക്കുക, ഇത് വിറ്റപ്പോഴും നിന്റെയായിരുന്നു, വിൽക്കുന്ന മുമ്പേ നിന്റെയായിരുന്നു, വിറ്റപ്പോഴും നിന്റെയാണ്. പക്ഷേ ദൈവസന്നിധി കൊണ്ടുവന്നപ്പോൾ നിനക്ക് ഇതിനകത്തൊരു വേർതിരിവ് തോന്നിയത് എപ്പോഴാണ്? ഇത്രേ ചോദിച്ചോളൂ. പുള്ളിക്കാരെ സ്പോട്ടിൽ മരിച്ചു. സ്പോട്ടിൽ മരിച്ചു. ഇന്നത്തെ സഭയ്ക്കകത്ത് ഇങ്ങനെ ആണെങ്കിൽ പിന്നെ മരിച്ചു വീഴാനേ സമയം കാണും. അടക്കി അടക്കി നമ്മൾ കൊതി തീർന്നു. ഇതേപോലെല്ലാം പരിശുദ്ധാത്മാവ് ശിക്ഷിക്കുമായിരുന്നെങ്കിൽ എന്തുവായിരുന്നു? പരിശുദ്ധാത്മാവ് ഇച്ചിരി അയഞ്ഞിട്ടുണ്ട്, ഇച്ചിരി അയവ് തരുന്നു. ആ ചോദിച്ച ചോദ്യം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ അപ്പോസ്തലനെ കൊണ്ട് പറയിപ്പിച്ച ചോദ്യം ഞാൻ ചിന്തിച്ചു. എന്തുവാ? വിൽക്കുന്ന മുമ്പേ നിന്റെയാണ്, വിറ്റ് കഴിഞ്ഞിട്ട് നിന്റെയാണ്. നീ ദൈവസഭയ്ക്കകത്ത് കൊടുക്കുമ്പോഴും ദൈവസഭ നിന്റെയാണ്. നീ ഇവിടെ നിന്ന് തീരുമാനം എടുത്തപ്പോഴും ദൈവസഭ നിന്റെയാണ്. നിന്നിൽ നിന്ന് ആരും മാറിപ്പോയിട്ടില്ല. ദൈവസഭ മാറിയിട്ടില്ല, ദൈവം മാറിയിട്ടില്ല, പരിശുദ്ധാത്മാവ് മാറിയിട്ടില്ല. പക്ഷേ നീയാണ് എന്ത് ചെയ്തേ? ഇതിനെ വേർതിരിച്ച് മാറ്റിയത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. നമുക്ക് ഇവിടെ വർഷിപ്പിനെല്ലാം ലീഡർമാരെ നമ്മൾ ഇല്ലയോ? അടുത്ത ആൾക്ക് അവസരം കൊടുത്തപ്പോഴ പ്രശ്നമായ ഇതെന്തോ ക്ലബ്ബാണോ? ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന സ്ഥലമോ അല്ലെങ്കിൽ ക്ലബ്ബോ അല്ലെങ്കിൽ ഗാനമേള നടത്തുന്ന സ്ഥലമോ? അടുത്തവർ വരുന്നവർക്ക് മാറിക്കൊടുക്കണം. കാര്യം എന്തുവാ? ആരെ നിന്നാലും ഇവിടെ എന്തുവാ നടക്കേണ്ടത്? ദൈവസാന്നിധ്യം നടക്കുന്നത്. ഞാൻ പ്രാപിക്കാനാ വന്നത്, ദൈവത്തിന് വിടുതൽ പ്രാപിക്കാനാവുന്നത്, ആശ്വാസം പ്രാപിക്കാനാവുന്നത്. അപ്പൊ അടുത്ത ആൾ വരുമ്പോഴേ അയാളെ ബലപ്പെടുത്തേണ്ട ചുമതല എനിക്കുള്ളത്, അയാളെ നിരാശപ്പെടുത്തേണ്ട ചുമതലയല്ല. ഇവിടെ പുതിയതായിട്ടൊരു മെമ്പർ വരുവാണെങ്കിൽ ആ മെമ്പറിന് സഭയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനും വചനത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില ബലഹീനങ്ങളെ മനസ്സിലാക്കി കൊടുത്ത് അവരെ ബലപ്പെടുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ് ബാക്കിയുള്ളവർ. കാര്യം എന്തോ? എന്റെ സഹോദരനായിട്ട് ഞാൻ ചേർക്കാൻ പോവുക, സഹോദരിയായിട്ട് ചേർക്കാൻ പോവുക, എന്റെ കുടുംബമായിട്ട് അവരെ കാണാൻ പോവുക. സ്തോത്രം. അപ്പടി പറയുക ഞാൻ മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയാം. ഇതെന്തുവാ? ആ ഒറ്റ പേരില ഈ ഒരു കുടുംബം പോയ ഇല്ലയോ? അപ്പൊ അവരെന്തോ ആഗ്രഹിച്ചെന്തുവാ? ഒരാഗ്രഹിച്ചെന്തുവാ? അടുത്ത കുടുംബത്തെ ബലപ്പെടുത്താൻ അവർക്ക് താല്പര്യമില്ല. കാര്യം എന്തോ? ഞങ്ങൾക്ക് മാത്രം മൺമാഷമായിട്ട് പോയാൽ മതി. അതല്ല ദൈവസഭ. ദൈവസഭ ഏതാണോ? നമ്മളിവിടെ ഓരോരുത്തരെയും ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് ഇറക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കുഞ്ഞുങ്ങൾ മുതൽ ഓരോരുത്തരെയും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ എനിക്ക് മാത്രം മതി എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇതിന് മുമ്പേ ഒരു ഫാമിലി പോയത് അങ്ങനെ. അനിവറെന്ന് പറഞ്ഞ കുടുംബം പോയതാ. കാര്യം എന്താ? കൊടുക്കാത്തന്നെ പോയത്. ആരിഷ്മർ പോയപ്പോ അടുത്തത് ഈ ഷാരോനെ വിളിച്ചതിനാണ് മറ്റേ കുടുംബം എന്ത് ചെയ്തേ? വിട്ടുപോയെ. അപ്പൊ ഇവരെന്തുവാ? ഇവരെ ആഗ്രഹിച്ചെന്തുവാ? ഇവരാഗ്രഹിച്ചെന്തുവാ? ഷോ കാണിക്കാനാണ്. ദൈവസ്ഥാനത്ത് വെളിപ്പെടാനാണ് ആഗ്രഹിച്ചത്, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാനാണ് ആഗ്രഹിച്ചത്. ഇതെവിടെ പോയാലും നന്നാവോ? ഇതെല്ലാം ഇത് ഈ മൈൻഡിൽ നടന്നാൽ നന്നാവോ? ഈ മൈൻഡിൽ പോകുന്നതൊന്നും ഒരിടത്തും എന്ത് ചെയ്യത്തില്ല, സ്ഥിരപ്പെടത്തുമില്ല. എല്ലാവർക്കും തലവേദനയാവത്തുള്ളൂ. പോകുന്നിടത്തും കേട്ടുന്നവർക്കും തലവേദനയാവത്തുള്ളൂ. ഇതൊന്നും സ്ഥിരപ്പെടുത്തുന്നതല്ല. സ്തോത്രം. എനിക്ക് ഇതിന് ബാധിക്കത്തുമില്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് ബാധിക്കത്തേ ഇല്ല. കാര്യം ഞാൻ ഇവരെയല്ല കാണുന്നത്, ഞാനാ കാണുന്നത് കർത്താവിനെയാണ്. സ്തോത്രം. അനുവരും വന്ന് എന്റെ അടുത്ത് പാട്ട്, ഞാൻ അനുവരെ പാട്ട് കിട്ടുന്നതല്ല വലിയത് ദൈവസാന്നിധ്യമാണ്.
സ്തോത്രം. ദൈവം ഒരു കൃപ തന്നിട്ടുണ്ട്. ആ കൃപ അനുസരിച്ച് പാട്, അനേകരെ നേടിയെടുക്കും. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും മുമ്പ് സ്ഥാനം ആർക്ക് കൊടുക്കണം? ദൈവസ്ഥാനത്തിന് കൊടുക്കും. അപ്പൊ അതിന് വേണ്ടി തോന്നി എനിക്ക് അവിടെ നിൽക്കാൻ പോലുള്ള യോഗ്യതയില്ല. യെസ്, ഈ കാഴ്ചപ്പാടാണ് ദൈവത്തിന് വേണ്ടത്. ഞാനിവിടെ വന്ന് ഇന്ന് പാടുമ്പോഴും അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് പാടുമ്പോഴും ആ കാഴ്ചപ്പാട് അത്ര പോലുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറയുന്നവനെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. എങ്കിലും ദൈവത്തിന് ചിലത് കൊടുക്കാൻ പറ്റും. ഇതിന്റെ ഇടയ്ക്ക് എനിക്കെല്ലാം കഴിയും, ഞാനെന്ന് പറഞ്ഞ ആരാന്ന് ചിന്ത വന്നോ, ഇവിടെ ഞാൻ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. ഇവിടെ ദൈവസ്ഥാനത്ത് ഇറങ്ങിയാലേ വല്ല നടക്കത്തുള്ളൂ. ഞാൻ എന്ന് പറയുന്നത് നല്ല പ്രാധാന്യം, ഇവിടെ ദൈവത്തിന്റെ സ്ഥാനത്തിന് പ്രാധാന്യം. ഞാൻ വെറും ജഡമാ. ഞാൻ എപ്പോ വേണമെങ്കിലും പട്ടു പോകേണ്ടവനാ, വീട് പോകേണ്ടവനാ. പക്ഷേ എന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് വീട് പോകുന്നവനല്ല, വീട് പോകുന്നവനെ ഉയർത്തുന്നവനാ. അപ്പൊ ആര് വെളിപ്പെടണം? ഇത് ഷോ കാണിക്കാനുള്ള സ്ഥലമല്ല, ഇത് ഭയപ്പെടാനുള്ള സ്ഥലമാണ്. ഇവിടെ ഷോ കാണിക്കുന്ന ഒറ്റ ഒരാൾ ആരാണ്? കർത്താവായ യേശു, ദ നെയിം ഓഫ് ജീസസ്. ആ കർത്താവ് ഷോ കാണിച്ചില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കത്തില്ല. നടക്കൂ? ഒന്നും നടക്കത്തില്ല. ഇന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. മഞ്ജുഷെല്ലാം ചോദിച്ച ചില ചോദ്യമുണ്ട്. സുനിലോട് ചോദിച്ചിരുന്നു. ഞാനിരുന്ന് ആലോചിച്ചു. ഇവരെ വാട്സപ്പ് ഇടുമ്പോഴോ അല്ലെങ്കിൽ ഇവര് വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്വത്രം ആരെങ്കിലും മറ്റുള്ള ദൈവമക്കളെല്ലാം വിളിക്കുമ്പോഴെല്ലാം സ്വത്രം നിർത്താത്ത ചുമയായിരുന്നു. ഞാൻ അപ്പുറത്ത് കിടന്ന് ചുമച്ചോണ്ടിരിക്കുക. ഇവരോട് സംസാരിക്കുമ്പോൾ മൊത്തം കേൾക്കുന്ന ചുമയാണ്. പ്രൈസലോ എന്ന് പറഞ്ഞാൽ എനിക്ക് പനി വന്നപ്പോ മുതല് എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ചുമ. പ്രൈസോ, കാലും കൈയെല്ലാം അടിച്ചായിരുന്നു ചുമച്ചോണ്ടിരിക്കുന്നത് കട്ടില്. അത്രയ്ക്ക് ചുമയാണ്, അത്രയ്ക്ക് അസ്വസ്ഥയാണ്. പക്ഷെ ഇവര് പിറ്റേന്ന് കാണുന്ന മെസ്സേജിനകത്തൊന്നും ഒരു ചുമയില്ല. പ്രൈസലോ, ഞാനും ഞെട്ടിപ്പോയ കാര്യമാണ്. ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ ചുമ വന്നാൽ ഇങ്ങനെ പോയിട്ടല്ല. അത് എനിക്ക് നേരത്തെ ഞാൻ ഭവനത്തിൽ നിന്ന് അനുഭവിക്കുന്ന ഒരു ഫീലിംഗ് എന്ത് ചെയ്യുന്നില്ല, അനുഭവിക്കുന്നില്ല. അവിടെ ചുമച്ചാ പോയില്ലേ, എനിക്ക് പ്രസംഗിക്കാൻ പറ്റും, മെസ്സേജ് തരാൻ പറ്റും. അപ്പൊ ആരുടെ കൃപയാ? ദൈവത്തിന്റെ കൃപ. ദൈവത്തിന് ചിലത് പറയിക്കുവാനുണ്ട്. ഞാൻ ഓർത്ത് ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോ എന്നെ ചുമ തീർന്നു. സന്തോഷിച്ച് അങ്ങോട്ട് വീട്ടിൽ ചെല്ലുമ്പോ എന്നെ അങ്ങോട്ട് തുടങ്ങും അടുത്തത്. അപ്പൊ എനിക്ക് മനസ്സിലായി, പ്രൈസ് ദി ലോർഡ്, ഇത് എനിക്കുള്ളത് ഇതാ, ഞാൻ അനുഭവിച്ചേ പറ്റൂ. മറ്റേ ഞാൻ പ്രസംഗിക്കാൻ കയറുമ്പോൾ എഴുതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, ഞാൻ ഇഴഞ്ഞു നടന്നാലും ഞാൻ കയറി വരൂ. കാര്യം എന്തുവാ? ഞാൻ ഇവിടെ വന്നാൽ എന്നെ ആരും ഉപയോഗിച്ചോളൂ? എന്റെ ദൈവം ഉപയോഗിച്ചു. ഞാൻ വന്നിരുന്നാൽ മതി. ആ പനിയുടെ ദിവസങ്ങളിൽ ഞാൻ ഓർത്ത് ഞാൻ കസാര വന്ന് പ്രസംഗിക്കുന്നു, കസാരയിരുന്നു. എന്നാലും എനിക്ക് മൈൻഡുണ്ട്, ഞാൻ വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ഒരു തുമ്മല് കണ്ടപ്പോഴേ ഇന്ന് ഞാൻ സമാജത്തിന് പോകുന്നില്ല, പ്രാർത്ഥന വേണ്ട. പ്രാർത്ഥനയിലാണ് ആർക്ക് വിടുതൽ തരുന്നത്? നമുക്ക് വിടുതൽ നൽകുന്ന, ആശ്വാസം പകരുന്നത്. പ്രാർത്ഥനയിൽ മാത്രമേ നമുക്ക് വിടുതലും അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിനകത്ത് നടക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ എവിടെ ചെല്ലേണ്ടത്? ദൈവസന്നിധി. അതുകൊണ്ട് ഇവിടെ നീ ഏത് രോഗിയും വെൽക്കമാണ്. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും വെൽക്കമാ. ആരെയും ഞാൻ നിരോധിക്കത്തില്ല. കാര്യം എന്തോ? ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, വിടുവിക്കുവാൻ കഴിയത്തുള്ളൂ, അത്ഭുതം ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, ഒരു മരുന്ന് കഴിക്കുന്നു, ആ ഡോക്ടർ എഴുതി തരുന്ന മരുന്ന്, പനിയുടെ മരുന്നിന് പകരം വയറുവേദന വന്നു കഴിഞ്ഞാൽ നിന്റെ പനി മാറുമോ? പനിയുടെ മരുന്ന് തന്നെ എഴുതി തരണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ കൃപ അയാളെ തുടരണം. അതുപോലെ ഇപ്പോഴത്തെ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈൻഡും ഇല്ല, ഫോണിൽ കൂടെ ആയിരിക്കും പകർത്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ ഹെഡ്ഫോണിൽ ഇരുന്ന് പാട്ട് കേട്ടോണ്ടായിരിക്കും ഇരുന്നത്. സ്തോത്രം. ഞാൻ പലപ്പോഴും തെറ്റാ പറയുന്നെങ്കിൽ പോലും എനിക്ക് വിഷമമുണ്ട്. എനിക്ക് നികിഷ്ടമായിട്ട് കാണുന്ന രണ്ട് ഡിപ്പാർട്ട്മെന്റ്, ഒന്ന് പോലീസുകാരും ഒന്ന് ഡോക്ടേഴ്സ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനോട് മനസാക്ഷിയില്ലാത്ത, ഇത് ഉള്ളവരുണ്ടേ, ഇല്ലാത്തവരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. കൊള്ളണമെങ്കിൽ ഇല്ലാത്തവർക്ക് കൊള്ളത്തുള്ളൂ, ഉള്ളവരെ ഞാൻ പറയുന്നില്ല. ഉള്ളവരെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നേ ഉള്ളൂ, അവരെ ബഹുമാനിക്കുന്നേ ഉള്ളൂ. ഏത് ഡോക്ടേഴ്സ് ഉണ്ട് ഇപ്പം വന്നിട്ട് നമ്മളെ നോക്കാൻ? ഇപ്പൊ എന്തുവാ, ചെന്നാ ഉടനെ ഒരു കിലോമീറ്റർ അപ്പുറത്ത് ഇരുത്തിയിട്ടിരുന്ന് എഴുതുക ഇല്ലയോ? നമ്മൾ അടുത്ത് വരുന്നുണ്ടോ? മറ്റേ അടുത്ത് വന്നു കഴിയുമ്പോൾ പഴയ അമ്മച്ചി പറഞ്ഞ പോലെ ഒരു ഡോക്ടർ, നല്ല പേര് കേട്ട ഡോക്ടറാ, കഴിവുള്ള ഡോക്ടറാ, ഫേമസ് ഡോക്ടർ, ആ രോഗത്തിന് ഏറ്റവും വലിയ സ്പെഷ്യലായിട്ട് എടുത്ത ഡോക്ടറാ. ആ അമ്മച്ചി പോയിരുന്നു
അമ്മച്ചിയോട് രോഗമെല്ലാം ചോദിച്ചറിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അമ്മച്ചിയെടുത്ത് മരുന്ന് എഴുതി കൊടുത്തു. അമ്മച്ചി പുറത്തു വന്നു. സ്തോത്രം. മരുമോള് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു അമ്മച്ചി ഡോക്ടർ? ഓ, അയാള് കൊള്ളത്തൊന്നുമില്ല. അതെനിക്ക് അമ്മച്ചി അങ്ങനെ പറഞ്ഞേ? അയാൾ എന്റെ ദേഹത്തൊന്നും തൊട്ടില്ലല്ലോ, അതൊന്നും വെച്ച് നോക്കിയില്ലെന്ന്. അമ്മച്ചി നോക്കിയപ്പോ എന്തുവാ, ഇയാൾ വന്നെല്ലാം പറഞ്ഞു തന്നേ ഉള്ളൂ, ചെയ്തേ ഉള്ളൂ. ചിലവർക്കുണ്ട്, ചിലർക്കൊരു ആശ്വാസം അതല്ല. ചിലപ്പോ ചുമ്മാ വായെല്ലാം തുറന്നെന്ന് പറഞ്ഞാൽ ഒരു ടോർച്ചെല്ലാം അടിച്ച ഒരു ആശ്വാസമാണ് ചിലവർക്ക്. ചിലവരുടെ പനിയെല്ലാം അപ്പോഴെല്ലാം മാറും. ഇല്ലയോ? അവരുടെ ചില വാക്കുകൾ ചിലവർക്ക് ആശ്വാസം. ഇന്ന് അതൊന്നുമില്ല. സ്തോത്രം. അവസ്ഥയായിക്കോട്ടെ എങ്കിൽ പോലും ചിലവർ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളേന്ന് സ്തോത്രം കൊറോണയാണാ പറയുന്നത്, അതുകൊണ്ടാണ് മാറ്റിയിരുന്നല്ലോ. നമ്മളെ കൈപ്പിടിച്ച് 250 രൂപ മേടിക്കുന്നതിന് ഒരു കൊറോണ ഇല്ലല്ലോ. അത് വൈകിട്ട് എണ്ണിക്കൊണ്ട് പോകുന്നതിന് കൊറോണ ഇല്ലല്ലോ. നമ്മളെ വേർപ്പും എല്ലാം ആയതാ. എന്റെ അടുത്ത് വരാനാ കൊറോണ. 250 രൂപ വേണ്ട, കൊറോണയെ പൊക്കോളം പറയൂ. ഇവരെല്ലാം സ്നേഹിക്കാൻ തോന്നുന്നു. ചിലവരുടെ ഹോസ്പിറ്റൽ കേസുമായിട്ട് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. ഒരു നികിഷ്ട രീതി പോലെ ആൾക്കാരെ കാണുന്നു. ചിലവര് അവരെ ആശ്രയിച്ച് ചെല്ലുന്ന ജനത്തെ, അവർക്ക് കൊടുത്ത വിദ്യാഭ്യാസം, കഴിവ്, അവരുടെ ഡിഗ്രിക്ക് അനുസരിച്ച് അവരെ തെല്ലുന്നത് ഇല്ലയോ? അവർക്ക് ഇച്ചിരി ചൂടാവുന്നത് അല്ലെങ്കിൽ ഇച്ചിരി സ്നേഹത്തോട് സംസാരിക്കുന്നതല്ല ചിലർക്ക് ഇഷ്ടമാണ്. ചിലവരുടെ രോഗങ്ങൾ മാറും. നമ്മളുടെ സ്ഥിതിയിലേക്ക് വരാം. പരിശുദ്ധാത്മാവ് അനുഭവിച്ച ഒരു വ്യക്തി അതിന് അളവ് പറയുവാൻ അല്ലെങ്കിൽ മറ്റൊന്നിനെ അതിനെ ചേർത്ത് പിടിക്കാൻ കഴിയത്തില്ല. നമ്മൾ ചിന്തിക്കുന്നതിനും നനയ്ക്കുന്നതിനുമെല്ലാം അപ്പുറത്താണ് പരിശുദ്ധാത്മാവ് എന്നുള്ള സത്യത്തെ തിരിച്ചറിയുന്ന ദൈവമക്കൾക്ക് മാത്രമേ യഥാർത്ഥ വിടുതലും ആശ്വാസവും സന്തോഷവും പ്രാപിക്കുവാൻ കഴിയൂ. നമുക്ക് യഥാർത്ഥ സന്തോഷം പ്രാപിക്കണം, യഥാർത്ഥ വിടുതൽ പ്രാപിക്കണം, യഥാർത്ഥ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് അനുഭവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ അറിയുന്ന രീതി. പരിശുദ്ധാത്മാവ് നമ്മളെ ഉള്ളിനകത്തിരുന്ന് ഞെരുങ്ങുവാനല്ല, നമ്മളെ ഉള്ളിനകത്ത് വിശാലമായിരിക്കുവാനുള്ള അവസരം ആരാ കൊടുക്കേണ്ടത്? നമ്മൾ ഓരോരുത്തരും കൊടുക്കേണ്ടത്. പക്ഷെ ഇന്ന് പലപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളെ ഉള്ളിനകത്തിരുന്ന് ഞെരുങ്ങുക. പരിശുദ്ധാത്മാവിന് ഒരിക്കലും പാപത്തോട് ചേർന്ന് നിൽക്കുവാൻ കഴിയത്തില്ല. പാപത്തിന് റിബലായിട്ട് നിൽക്കുവാനേ പരിശുദ്ധാത്മാവിന് കഴിയത്തുള്ളൂ. പരിശുദ്ധാത്മാവ് ഒരിക്കലും പാപത്തിന് കൂട്ടല്ല. പാപം ചെയ്യുന്നവന്റെ കുടുംബത്തിനകത്ത് പരിശുദ്ധാത്മാവിന് ഇരിക്കുവാൻ കഴിയത്തില്ല. പാപബോധം കൊടുത്ത് അവനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതാണ് പരിശുദ്ധാത്മാവ്. പുതിയ നിയമസഭയുടെ ഏറ്റവും വലിയ ബലമാണ് പരിശുദ്ധാത്മാവ്. പുതിയ നിയമസഭയുടെ ഏറ്റവും വലിയ ചങ്കാണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ നാഡീനരമ്പിന്റെ ഓരോ ചലനമാണ് പരിശുദ്ധാത്മാവ്. പുതിയ നിയമസഭയുടെ ഓരോ മെമ്പേഴ്സാണ് നമ്മൾ. പുതിയ നിയമസഭയുടെ ഓരോ അവകാശികളാണ് നമ്മൾ. എങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ അവകാശികളാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മളെ മേൽ ഉള്ള കാലം വരെ ഒരു ശത്രുവായ പിശാചിനും നമ്മളെ കുടുംബത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല, തൊടുവാൻ കഴിയില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ ജീവിതത്തിനകത്തുണ്ടായിട്ടും പിശാച് നമ്മളെ ഭവനത്തിൽ മേൽ കടന്നു വരുന്നുവെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിനെ ഏറ്റവും വലുതായിട്ട് കണ്ടപ്പോൾ അനനിയാസിന് മറ്റൊന്നും കാണുവാൻ കഴിഞ്ഞില്ല. പക്ഷേ ലോകത്തിന്റെ ചില സ്വത്ത് സുഖങ്ങൾ അല്ലെങ്കിൽ പണങ്ങൾ കൈവന്നപ്പോൾ ചിലത് എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനെ വിട്ട് കാണാൻ തുടങ്ങിയത് കൊണ്ട് അവൻ എന്താ സംഭവിച്ചത്? മരണമാണ് സംഭവിച്ചത്. ഞാൻ ഓർക്കുക, ദൈവസന്നിധി തീരുമാനം എടുത്തപ്പോൾ ദൈവസന്നിധി എന്ന് പറഞ്ഞ എന്തുവാ? അവന്റെ സ്വത്താണ്, അവന്റെ എല്ലാം. സ്തോത്രം. അവിടെ വേർതിരിവില്ല. ഉണ്ടോ? അവിടെ വേർതിരിവില്ല. ദൈവത്തിന്റെ സന്നിധി വേർതിരിവുണ്ടോ? വേർതിരിവുണ്ടോ? ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഓരോ സമുദായം പറഞ്ഞ്, ഓരോ ജാതി പറഞ്ഞ്, അല്ലെങ്കിൽ ഓരോ ഗ്രേഡ് നമുക്ക് ഇട്ടിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന്റെ സന്നിധി ഉണ്ടോ? ദൈവസന്നിധി ഒറ്റ ഗ്രേഡേ ഉള്ളൂ, ആണും പെണ്ണും. കർത്താവ് അങ്ങനെ സൃഷ്ടിച്ചത്. ഗ്രേഡ് ഉണ്ടാക്കിയത് ലോകമാണ്.
ചിലവരുടെ സ്വഭാവം എല്ലാം കാണുമ്പോൾ പറയും, അവൻ ആ ജാതികാരൻ്റെ സ്വഭാവം കാണിക്കും. എന്തോ ആ ജാതിക്ക് എന്തോ ആ സ്വഭാവം എന്തോ എനിക്കറിയത്തില്ല. അവൻ അല്ലെങ്കിലും അതേ കാണിക്കത്തുള്ളൂ. അതൊന്നും എനിക്കറിയത്തില്ല. ബൈബിളിൽ 2 കാര്യമുള്ള ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു, ഇല്ലേ? സ്തോത്രം. കർത്താവ് തെരഞ്ഞെടുക്കുന്നത് അതാ, വിശുദ്ധിയും വേർപാടും ഉള്ളവനെ ദൈവത്തിന് വേണ്ടി, അല്ലാത്തവൻ നരകത്തിലേക്ക്. അവിടെ വേറെ തിരിവൊന്നുമില്ല. പുള്ളിക്കാരന്റെ ഭാര്യ, സ്തോത്രം, അവിടെ വന്നു മരിച്ചു. അവനെ അടക്കം ചെയ്യുവാൻ കൊണ്ടുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ, ഇതൊന്നും അറിയാതെ, അനനിയാസിന്റെ ഭാര്യ അമിഗലലിയ ദൈവസന്നിധി വന്നു. പത്രോസ് അവളോടും ചോദിച്ചു, കാര്യം എന്തുവാ? തെറ്റ് ചെയ്തപ്പോ രണ്ടുപേരും ചേർന്നാ ചെയ്തത്. ശിക്ഷ ആരനുഭവിക്കണം? രണ്ടുപേരും. അവളോട് ചോദിച്ചു, നിങ്ങളുടെ വസ്തുവക വിറ്റ് ഇത്രയേ ഉള്ളൂ, ബാക്കി? അവളും പറഞ്ഞു ഇത്രയേ ഉള്ളൂ. അപ്പോഴവളോടും കർത്താവിന്റെ ദാസൻ ചോദിച്ചു, പ്രൈസലോ, ഇത് വിൽക്കുന്ന മുമ്പേയും അമേ വിറ്റപ്പോൾ നിന്റേതല്ല. പ്രൈസലോ, നിന്റെ ഭർത്താവ് സറണ്ടർ ചെയ്തു, സമ്മതിച്ചു, കുറവിനെ സമ്മതിച്ചു. അവൻ മരണമടഞ്ഞു, അവനെ അടക്കി വരുന്ന വെളിയിൽ നിൽക്കുന്നു. ഇത്രയും പറഞ്ഞപ്പോഴെന്ത് ചെയ്തു? അവളും മരിച്ചു. സ്തോത്രം. ഈ രണ്ടുപേരും എടുക്കപ്പെടത്തില്ലെന്നല്ല, എടുക്കപ്പെടും. എന്റെ രീതി ഞാൻ വായിക്കുമ്പോൾ എനിക്ക് അവർ എടുക്കപ്പെടുമെന്നാണ് വിശ്വസിച്ചു. കാര്യം എന്തുവാ? അവരാ പശ്ചാത്തപിച്ചു അവരുടെ കുറവുകൾ, ഇല്ലയോ? പശ്ചാത്തപിച്ചുകൊണ്ടാണല്ലോ എന്തുണ്ടായി? മരണം സംഭവിച്ചത്. അത്രയെങ്കിലും പശ്ചാത്തപിക്കാൻ ഇല്ലാത്ത ജനമാ ഇപ്പോഴത്തെ കുറെ പേര് പ്രസംഗിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ, കർത്താവ് ദാ വരും, അപ്പോഴും കുറെ പേര് ചേർക്കും, ബാക്കിയുള്ളവരെ വെച്ചിട്ടുണ്ട്. ഇതുപോലും ഇത്ര ഭാരം പോലും, ഇത്രയൊരു ചെറിയ വീഴ്ച പോലും വന്നിട്ട് പോലും പരിശുദ്ധാത്മാവിന് എന്തില്ല? ദയയില്ല. എന്തുവാ? പാപത്തിന്റെ ശമ്പളം, ദൈവത്തിന്റെ വചനം പറയുന്നത് എന്തുവാ? മരണമാണ്. മനുഷ്യനോട് ചെയ്യുന്ന സകല പാപവും ആര് ക്ഷമിക്കും? ദൈവം ക്ഷമിക്കും. പക്ഷെ പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന പാപങ്ങളെ ആര് ക്ഷമിക്കത്തില്ല? ദൈവം ക്ഷമിക്കും. ഒന്ന് ചിന്തിച്ചു നോക്ക് ദൈവമക്കളെ, ഇതെല്ലാം ഒന്ന് കേട്ട് ചിന്തിച്ചു നോക്കൂ. ഞാൻ സുരയോട് പറഞ്ഞു, അങ്ങനെ ഇത്രയും സ്ട്രോങ് ആയിട്ട് പോകുന്ന ദൈവസഭയൊക്കെ പുതിയ നിയമസഭ ഉണ്ടായത് അങ്ങനെ എങ്കിൽ, ആ പുതിയ സഭയുടെ ഒരു ശുശ്രൂഷനാണെങ്കിൽ ഞാനും കണ്ണ് നോക്കാതെ അല്ലെങ്കിൽ മുഖം നോക്കാതെ വ്യക്തിയെ നോക്കാതെ മുന്നോട്ട് പോയിരിക്കും. പ്രൈസലോ, ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ശരിയാണ്. ഞാൻ ചെയ്യുന്നത് ഈ വചനപ്രകാരമാണെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയാണ്. അല്ല എങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാൻ തയ്യാറാണ്. പാപത്തിന് കണ്ണടക്കാനാ ദൈവം എന്നെ വിളിച്ചത്? ഒരിക്കലും. പാപത്തെ വെളിപ്പെടുത്തി കൊടുക്കാനാ ദൈവം എന്നെ വിളിച്ചത്. സഭയ്ക്കകത്തുള്ള പാപത്തെ, ദൈവജനത്തിന്മേലുള്ള പാപത്തെ, കുറവുകളെ വെളിപ്പെടുത്തി കൊടുത്ത് ദൈവത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാനാ ദൈവം എന്നെ വിളിച്ചത്. മടക്കി കൊണ്ടുവരുമ്പോൾ മടങ്ങി വരുവാൻ താല്പര്യമുള്ളവരെ എനിക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാൻ മടങ്ങി വരത്തില്ലെന്ന് പറയുന്നവനെ എനിക്ക് കൊണ്ടുവരാൻ പറ്റൂ? മടങ്ങി വരാനുള്ള അവസരങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കും, മനസ്സിലാക്കി കൊടുക്കും. എന്നിട്ടും അവർ മനസ്സിലാക്കിയില്ലെങ്കിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റൂ? എന്നെ തല്ലല്ലേ സാറേ, ഞാൻ തെറ്റേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാൽ പോയില്ലേ? തല്ലുന്ന എന്തിനു വേണ്ടിയാ? മാറാണ്. ദൈവം ചില ശോധനകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിനകത്ത് തരുന്ന എന്തിനാണ്? നമ്മൾ ദൈവസഭയിൽ ചിലതിൽ മാറ്റം വരുത്താൻ. നമ്മൾ മാറിയില്ല എങ്കിൽ ഒരിക്കലും ദൈവത്തിന്റെ മഹത്വം അനുഗ്രഹം പ്രാപിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസം സുന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. IPCയെ കണ്ടോ, ഷാരോനെ കണ്ടോ, AGയെ കണ്ടോ, ഇൻഡിപെൻഡന്റ് സഭകളെ കണ്ടോ, നീ ഒരിക്കലും ഈ സഭയെ കൂട്ടിച്ചേർക്കല്ലേ. ഈ സഭ പുതിയ നിയമസഭയാണ്. എനിക്ക് അവരുടെ കൈ വേണ്ട, അവരെന്നെ കൈ തരണ്ട, അവരെന്നെ ഏറ്റെടുക്കണ്ട, അവരെന്നോട് സപ്പോർട്ട് ചെയ്യണ്ട. നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട ആരാണ്? നമ്മളെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യേണ്ടത് കർത്താവാ. നമ്മളെ ദൈവസഭയാ. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവസഭയെ ദൈവമക്കളോ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത്. എല്ലാത്തിനുപരി കർത്താവ് യേശുവാ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത്. നീ യേശുവിനെ മാത്രം നോക്കിയാൽ മതി. കാര്യം എന്തുവാ? നമ്മളെ വിളിച്ച് വേർതിരിച്ചത് ആരാണ്? കർത്താവായ യേശു. അല്ലാതെ ഈ സംഘടനയോ ഇതിനകത്തിരിക്കുന്ന ഡോക്ടറേറ്റ് എടുത്തവരോ അല്ലെങ്കിൽ പണ്ഡിതന്മാരോ എല്ലാം അറിയാന്ന് പറഞ്ഞവരല്ല നമ്മളെ വിളിച്ചത്. നമ്മളെ വിളിച്ച ആരാണ്? കർത്താവായ യേശു. അതുകൊണ്ട് ഇവരുടെ അംഗീകാരമല്ല നമുക്ക് വേണ്ടത്. ആരുടെ അംഗീകാരമാണ്? ദൈവത്തിന്റെ അംഗീകാരം.
ഇവരെ ഒന്നും തിരുത്താൻ പറ്റത്തില്ല. കാര്യം എന്തുവാ? ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ, അവൻ പഴയ ആൾക്കാർ പറയുന്നത് പോലെ, പട്ടിയുടെ വാൽ എത്ര വട്ടം കുഴലിയിട്ടാലും എന്ത് ചെയ്യത്തില്ല, അത് നൂരത്തില്ല, അത് വളർന്നേ ഇരിക്കത്തുള്ളൂ. ചിലതെല്ലാം വളയാൻ വേണ്ടി ഇറങ്ങിയതാ, ചിലതെല്ലാം പാപത്തിന് വേണ്ടി വന്നതാ. ഇതൊന്നും പാപത്തിൽ നിന്ന് മാറി വരത്തില്ല. മാറി വരാനുള്ളവരെ മാത്രം ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ട. വില കൊടുക്കെങ്കിൽ പ്രതിഫലം കൊണ്ട് ദൈവം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദാവീദ് രണ്ടിനിരിക്കുന്ന ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുന്നു. രണ്ടിനകത്തിരിക്കുന്ന ഗുഹയ്ക്കകത്ത് ബ്രൂട്ടിന്റെ മണമൊന്നും അല്ല അടിക്കുന്നത്. ആണോ? പ്രൈസറോ? ഈ എത്ര ദിവസം ഇരുട്ടിനകത്ത്, വെളിച്ചമില്ല, ഇരുട്ടിനകത്ത് ഒളിച്ചിരിക്കുന്നു. അവിടെ ഇരുന്നോണ്ടാ വല്ല ആഹാരം കിട്ടിയാ കഴിക്കുന്നു. അവസ്ഥ ഒന്ന് കണക്കൂട്ടിക്കോണേ. പ്രൈസറോ? എവിടെ വരേണ്ടവനാ? എവിടെ വരേണ്ടവനാ? ഇസ്രായേലിന്റെ രാജസിംഹാസനത്തിൽ വരണവൻ. ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് എവിടെ വന്നു? ഇസ്രായേലിന്റെ രാജസിംഹാസനത്തിനകത്ത് വന്നു. എലീശ അനുഭവിച്ചു, ദൈവത്തിന്റെ അപ്പോസ്തലന്മാർ അനുഭവിച്ചു. അവർക്ക് എവിടെ വരാൻ പറ്റി? ദൈവത്തിന്റെ മഹത്വത്തിലേക്കും അനുഗ്രഹത്തിലേക്കും വരാൻ പറ്റി. ഇന്ന് പ്രിയ മക്കളെ, എന്റെ മേലും നിങ്ങളുടെ മേലും പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയേണ്ട രീതി അറിയുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ബന്ധിക്കപ്പെട്ട് കിടക്കത്തില്ല, നമ്മൾ നിന്ദിക്കപ്പെടത്തില്ല, പരിഹസപ്പെടത്തില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എത്ര പരിഹാസവും അപമാനമായാലും ഉള്ളിൽ നിന്ന് പറഞ്ഞു, ഞാൻ പുറത്തു വരുന്ന ഒരു ദിവസമുണ്ട്. കാര്യം എന്റെ രക്ഷിതാവ് എന്നെ വിളിച്ചിരിക്കുന്നത് ഈ അപമാനത്തിലേക്ക്, പരിഹാസത്തിലേക്ക്, നിന്നയിലേക്ക് മാത്രമല്ല, എന്നെ പുറത്തു കൊണ്ടുവരുന്ന ദിവസമുണ്ട്. ആ ദിവസം വ്യക്തി ദൂരമൊന്നുമല്ല. ഈ ദിവസങ്ങളിൽ തന്നെ അതിനകത്ത് പരിശുദ്ധാത്മാവ് ഇടപെടും. ഞാനും എന്റെ കുടുംബം പുറത്തു വരും. ആ ദൂരം വാക്തത്വം ഞാനും എന്റെ കുടുംബം പ്രാപിക്കും. അതിനെതിരെ നിൽക്കുന്ന എല്ലാ ശത്രുവായ പിശാചിന്റെ തന്ത്രങ്ങളും ഞാനും എന്റെ കുടുംബം തകർത്ത് കളയും. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ ജയിക്കും. ആ ഒറ്റ ഉറപ്പോടെ, അതെ, ആ ഒറ്റ ഉറപ്പോടെ, ആ ഒറ്റ ഉറപ്പോടെ ദൈവത്തിന്റെ ശക്തിയാൽ പുറത്തു വരുന്നുണ്ട്. ദൈവത്തിന്റെ വാക്തത്വങ്ങൾ ദൂരങ്ങൾ പ്രാപിക്കുന്നത്, സാന്നിധ്യം പ്രാപിക്കുന്നത്, ദൈവത്തിന്റെ വിടുതൽ പ്രാപിക്കുന്നത്, ദൈവത്തിന്റെ അത്ഭുതം പ്രാപിക്കുന്നത്. എന്ന് പ്രിയ ദൈവങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവ് എന്റെ ചില പോരായ്മകളാണ്, ചില കുറവുകളാണ് എന്റെ ജീവിതത്തിനകത്ത് ഞാനത് പ്രാപിക്കുവാൻ കഴിയാത്തത്. ഇന്ന് പകരം ഞാനത് തിരിച്ചറിയുന്നു. കർത്താവ് ഈ നാൽഭാവി ജയം പ്രാപിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ പുറത്തു പോവാ. ആ ദൈവത്തിന്റെ ദൂതങ്ങളും വാക്തത്വങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാത്ത വലിയ അത്ഭുതത്തോട് പുറത്തു പോവാ, വലിയ ഉണർവോട് പുറത്തു പോവാ, വലിയ ദൈവശക്തിയോട് പുറത്തു പോവാ. ഇന്ന് പകല് ഞാൻ ജയം പ്രാപിക്കും. ഇന്ന് പകൽ എന്നെ ഇങ്ങനെ ബന്ധിച്ചിടുവാൻ കഴിയത്തില്ല. എന്റെ അവസ്ഥ മാറാൻ പോവുക. എന്റെ പേരിൽ ദൈവത്തിന്റെ ദൂത് വെളിപ്പെടാൻ പോവാ. ദൈവത്തിന്റെ വാക്തത്വങ്ങൾ എന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോവാ. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്ത ദൈവമക്കളെ ഇന്നൊരു വലിയ വിടുതലോട് പുറത്തു പോവാ, ഒരു വലിയ അത്ഭുതങ്ങളോട് പുറത്തു പോവാ, വലിയ ഉണർവോട് പുറത്തു പോവാ. ഇന്ന് വലിയൊരു ദൈവശക്തിയോട് പുറത്തു പോവാ. എന്റെ കുടുംബത്തെ ബന്ധിക്കുവാൻ കഴിയത്തില്ല. ശത്രുവേ, നിന്റെ വാക്കിനെ തകർന്നു പോകില്ല. ഞാൻ ദൈവമല്ല, ഞാൻ അഭിഷേകന, ദൈവത്തിന്റെ മണവാട്ടിയ. എന്നെ ഒരു ശത്രുവിനും, ഒരു ദേശത്തിനും, ഒരു വ്യക്തിയുടെ വാക്കിനും തളർന്നുവാനല്ല എന്റെ ദൈവം എന്നെ വിളിച്ചത്. എന്നെ ഉയർത്തുവാനാണ് എന്റെ ദൈവം വിളിച്ചത്. ഓരോ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ കൃപ വെളിപ്പെടാതെ, ഓരോ കുടുംബത്തിനകത്ത് ദൈവസാന്നിധ്യം വെളിപ്പെടാതെ കർത്താവ് ഞങ്ങൾ ഓരോ കുടുംബത്തിനായി പ്രാർത്ഥിക്കുക. ആ ദൈവത്തിന്റെ വാക്ക്